ആൻഡ് സം ഓഫ് ദി നോർത്തേൺ ഇന്ത്യയിൽ നടത്തിയ റീസെൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റഡിയിലൊക്കെ ഇപ്പോൾ SMA ലൈം ലൈറ്റിൽ വന്ന പിന്നെ സം സ്റ്റഡീസ് ആർ കമ്മിങ് ദാറ്റ് ഇറ്റ് ഈസ് മോർ ദാൻ 1 in 50 ആക്ച്വലി. 1 in 38 ഒക്കെയാണ് ലക്നൗവിലുള്ള ഒരു സ്റ്റഡിയിലൊക്കെ വി ഗോട്ട് കാരിയർ ഫ്രീക്വൻസി ആസ് 1 in 38. സോ ഇറ്റ്സ് എ സിഗ്നിഫിക്കൻറ്റ് കാരിയർ ഫ്രീക്വൻസി ഇസ് ദെയർ ദി നോർമൽ പോപ്പുലേഷൻ. അപ്പോൾ അതുകൊണ്ട് കൺസാങ്ഗ്യുനസ് മാരേജിൽ ഇതിൻ്റെ ഇൻസിഡൻസ് പിന്നെയും കൂടും. കൺസാങ്ഗ്യുനസ് മാരേജ് നമ്മൾ പ്രിവെൻറ്റ് ചെയ്താലും സം amount of SMA is going to occur because population അല്ലെങ്കിൽ population screening നടത്തി എല്ലാവരും കണ്ടു. We will come to that later. And incidence is around 1 in 10,000 births. It's not very rare disease. Rare diseases ഒരു കോമൺ ഡിസീസാണ്. സോ വാട്ട് ഈസ് റയർ ഡിസീസ്? റയർ ഡിസീസ് മീൻസ് ഇൻസിഡൻസ് വളരെ കുറവുള്ള കണ്ടീഷൻസിനെയാണ് നമ്മൾ റയർ ഡിസീസ് എന്ന് പറയുന്നത്. ആൻഡ് 80% ഓഫ് ദി റയർ ഡിസീസസ് ആർ ജനറ്റിക് ഡിസീസസ്. ആൻഡ് നൗ ഡേയ്സ് റീസെൻ്റ്ലി റയർ ഡിസീസിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ കൂടി വരുന്നു. റയർ ഡിസീസ് പോളിസി ഗവൺമെൻറ് ഉണ്ടാക്കുന്നു. ബിക്കോസ് അവർ അതർ ഇൻഫെക്ഷസ് ഡിസീസസ് ആർ കമ്മിങ് ഡൗൺ. ഇപ്പം നമ്മുടെ മേജർ ത്രസ്റ്റ് should be in the lifestyle diseases, no doubt about that. Lifestyle diseases are the most important thing. If you consider the pediatric or younger population of those things, rare disease is one of the important things. Because infections, most of the infections we conquer. ഇപ്പോൾ ഒരു ഡയറിയ ഉണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഡെങ്കു കൊണ്ട് ഇപ്പോൾ ഇടയ്ക്ക് ഒരു കോവിഡോ ഡെങ്കിയോ ഒക്കെ വന്നുകൊണ്ടൊരു ഡെത്ത് വന്നേക്കാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ പണ്ടത്തെ പോലെ ഒരു ഡയറിയ കൊണ്ട് ഒരു കൂട്ടം ഡെത്തുകൾ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു മോർട്ടാലിറ്റിയോ മോർബിഡിറ്റിയോ നമുക്ക് ഇല്ല, വളരെ കുറവാണ്. സോ വെൻ അവർ ഇൻഫന്റ് മോർട്ടാലിറ്റി ഈസ് almost comparable to the Scandinavian countries. Sweden, Western countries പോലെ നമ്മുടെ കേരളയുടെ ഇൻഫന്റ് മോർട്ടാലിറ്റി സംവെയർ അറൌണ്ട് 6 or 5. സോ ഇറ്റ് സിംഗിൾ ഡിജിറ്റ് IMR, ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്. സിമിലർലി നിയോനേറ്റൽ മോർട്ടാലിറ്റി റേറ്റും കമ്പാരറ്റീവ്ലി കുറവാണ്, കമ്പാരബിൾ ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ മേജർ നമ്മുടെ ഡെത്ത് മാത്രമല്ല മോർബിഡിറ്റി, സർവൈവൽ, ക്വാളിറ്റി, പ്രോബ്ലംസ് എല്ലാം പറയുന്നത് ഇതേപോലെ പ്രീമെച്യൂരിറ്റി റിലേറ്റഡ് ഇഷ്യൂസ്. അതാണ് വേറൊരു മേജർ ഇഷ്യൂ. ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ തള്ളിക്കളയല്ല കേട്ടോ. അത് വീണ്ടും ഞാൻ അഡൽട്ട് ഓറിയൻറ്റഡ്, നമ്മൾ ഒരു പീഡിയാട്രിക് ഓറിയൻറ്റഡ് ഇങ്ങനത്തെ ഒരു ഡിസ്കഷൻ ആയതുകൊണ്ട് നമ്മൾ ദാറ്റ് ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ലൈഫ് സ്റ്റൈൽ ഡിസീസ് ലൈക്ക് ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, കൊറോണറി ആർട്ടറി ഡിസീസ്, PCOD, ഇൻഫെർട്ടിലിറ്റി, ഇതൊക്കെ വേറൊരു മേജർ ഗ്രൂപ്പാണ്. നോർമൽ ആൾക്കാർക്ക് തന്നെ വരുന്ന പ്രശ്നങ്ങളാണ്. അതൊരിക്കലും തള്ളിക്കളയാൻ പറ്റത്തില്ല, അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ നമ്മളിപ്പോൾ കൂടുതൽ സംസാരിക്കുന്ന ഒരു പീഡിയാട്രിക് ഔട്ട്ലുക്കിൽ ഇൻഫന്റ് മോർട്ടാലിറ്റി, ഇൻഫന്റ് മോർബിഡിറ്റി, ഡിസബിലിറ്റി, ഡെവലപ്മെൻറ്റൽ ഡിലേസ്, ഇതൊക്കെ നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ കൂടുതലും ഈ പ്രീമെച്യൂരിറ്റി റിലേറ്റഡ് ജനറ്റിക് ഡിസോർഡേഴ്സ്, റയർ ഡിസീസസിൻ്റെ ഇമ്പോർട്ടൻസ് കൂടുതലാണ്. അപ്പോൾ ഇവരിൽ നമുക്ക് ഒരു സൈഡ് മോർട്ടാലിറ്റി കുറയ്ക്കണം, അതിന് വേറൊരു. പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓൾറെഡി യു ആർ സീയിങ് എ ഡിഫറൻ്റ്ലി ഏബിൾഡ് പീപ്പിൾ ആൻഡ് ഡിഫറൻ്റ്ലി ഏബിൾഡ് ചിൽഡ്രൻ. അപ്പോൾ അതിനകത്ത് ഇവരുടെ ഒരു ഡിസബിലിറ്റി, ഇവർ കൊണ്ടുണ്ടാകുന്ന ഒരു ഡിസബിലിറ്റി ഒരു ലാർജർ പ്രപ്പോർഷനാണ്. SMA മാത്രമല്ല, SMA, DMD, മസ്കുലർ ഡിസ്ട്രോഫി, അതർ ജനറ്റിക് ഡിസോർഡേഴ്സ്, ലുക്കോഡിസ്ട്രോഫി എല്ലാം ഉണ്ട്. പക്ഷേ ആസ് എ സിംഗിൾ കോസായിട്ട് നമ്മൾ നോക്കുമ്പോൾ SMAക്ക് ഒരു പ്രയോറിറ്റി കൂടുതലാണ്. ബാക്കിയുള്ളതൊക്കെ സ്റ്റിൽ റയറാണ്. ഇപ്പോൾ ജനറ്റിക് മൊത്തം കേരളത്തിൽ 4 കേസ് കാണും, 5 കേസ് കാണും എണ്ണേണ്ടി വരും. പക്ഷേ SMA ഈസ് കമ്പാരിറ്റീവ്ലി സിംഗിളായിട്ട് നോക്കുമ്പോൾ നമുക്ക് കോമൺ ആയിട്ട് കാണുന്ന ഒരു കണ്ടീഷനാണ്. നെക്സ്റ്റ് സ്ലൈഡ്. Then coming to clinical characteristics. What are the classical clinical characteristics of SMA? It is basically, as you know, affecting the motor neurons in the spinal cord. So it is a lower motor neuron lesion. So basically there will be hypotonia. ഏത് SMAയിലും ഹൈപ്പോട്ടോണിയ കാണും. റിഫ്ലക്സസ് ഡിമിനിഷ്ഡ് ആയിരിക്കും, ബിക്കോസ് ഇറ്റ്സ് എ മോട്ടോർ ന്യൂറോൺ ഡിസീസ്. അപ്പോൾ മെയിൻലി ഹിസ്റ്ററി ഓഫ് മോട്ടോർ ഡിഫിക്കൽട്ടീസ് കാണും, എസ്പെഷ്യലി വിത്ത് ലോസ് ഓഫ് സ്കിൽസ്. ആൻഡ് പ്രോക്സിമൽ ഇൻവോൾവ്മെൻറ്റ് ഈസ് മോർ ദാൻ ഡിസ്റ്റൽ മസിൽസ്. ദാറ്റ് ഇസ് എ ക്ലാസിക്കൽ ഫീച്ചർ ഓഫ് SMA. യൂഷ്വലി വി വിൽ സീ ദാറ്റ് മസിൽ ഡിസോർഡേഴ്സ് പ്രോക്സിമൽ ഈസ് മോർ ഇൻവോൾവ്, ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ് ഡിസ്റ്റൽ ഈസ് മോർ ഇൻവോൾവ്. പക്ഷേ മോട്ടോർ ന്യൂറോൺ ആണെങ്കിലും SMAയിൽ കൂടുതലും പ്രോക്സിമലാണ് കൂടുതലും ഇൻവോൾവ് ആവുന്നത്. പക്ഷേ സിവിയർ SMAയിൽ distal can also be involved. And hypertonia is characteristic. No doubt about that. Hypertonia ഉള്ള SMA ഇല്ല, because it's a lower motor neuron lesion. And areflexia or hyporeflexia, that is also characteristic. And another characteristic feature is, since it's a motor neuron disease, as you know, all of you know all these things, there is a fibrillary potentials കാണുന്നതുകൊണ്ട് there will be muscles will be fasciculation. So that muscle fasciculation is characteristically you can see in the tongue. Because tongue is subcutaneous tissue ഇല്ലാത്തതുകൊണ്ട് directly muscles are exposed. So you can see the tongue fasciculations. You can demonstrate, which is characteristic of SMA. Another characteristic of feature SMA, especially in type 3, type 4. Type 1 demonstrate ചെയ്യാൻ പറ്റത്തില്ല. When you outstretch your hand, there will be fine tremors will be there, which is called the polymini myoclonus, which is classically seen in the Krugelberg-Wilander type 3, type 4 type of SMA. So these are the characters. ഇതുകൂടെ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ അത് തന്നെയാണ്, സംശയമൊന്നുമില്ല. ഹൈപ്പോട്ടോണിയ ഉണ്ട്, റിഫ്ലക്സിയാണ്, ടങ് ഫസിക്കുലേഷൻ ഉണ്ട്. And these people are more prone for recurrent lower respiratory tract infections
or severe bronchiolitis in first few months of life because they will have intercostal muscle involvement, lung compliance will be poor. So, oro cherry infections, they will have a severe infection. So, they are highly prone for recurrent respiratory tract infection. And type 1 one of these respiratory infections will be lethal to their life. And evidence of motor unit disease in the electromyogram, NCV, there will be motor unit in the classical features we will get in the EMG. This is the basic characteristic because you should be able to classify what type of SMA we are dealing with. SMA type 1 ano, type 2 ano, type 3 ano, type 4 ano, type 0 ano. Because this is very important for the prognostication. And when we come to the treatment sitter ano, non-sitter ano, generally you should be able to classify what type of SMA you are dealing with. But type 0 because type 0 is extremely rare. That is extreme. Classical SMA is type 1 classical SMA. It's an infantile onset type 1 SMA usually presents as a hypotonic infant. Infant is less than 1 year. Usual onset of age group will be somewhere around 4 months, 5 months. Cognitive function normal. Even social smile well thriving baby. Everything will be normal, but motor milestones will not be there. Child may not be able to lift the leg. Flickering movements end like a garden, but proximal infant. This is a classical hypertonic infant. 4 months, 5 months onset. Tongue fasciculations. So this is the classical type 1, which is around 45 to 50% of total SMA is due to this type 1 SMA. Usual onset age is before 6 months. Classical age is 4 months, 5 months. And they will be even non-sitter. And proximal predominant weakness, respiratory insufficiency, poor feeding, tongue fasciculation, and most of them will die maximum by the age of 2 years. Usually I am talking about the natural history. Intervention is a situation. And limitations natural history nothing if you do, they will die by around 2 years. Maximum 1.5 years. Maximum by 2 years. Whereas in type 2 is second commonest, most important variety, which you people most of the time see, is the percent of cases around 20%, type 3 and 30%. So rest of the 40% or 45% type 2, type 3 combinations. Our difference basically, they will be sit independently, never stands or ambulates is type 2, whereas ambulates independently type 3. അതായത് നമ്മൾ പലപ്പോഴും ഈ 3 വയസ്സ് 4 വയസ്സ് 5 വയസ്സിലൊക്കെ വീൽ ചെയറിലായിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ ചെറിയൊരു സ്കോളിയോസിസ് കാണും, ഇരിക്കും പക്ഷെ നടക്കത്തില്ല. അങ്ങനെയുള്ള കുട്ടികളാണ് കൂടുതലും ടൈപ്പ് 2. വരസ് ടൈപ്പ് 3 ആണെങ്കിൽ ദേ വിൽ വാക്ക്, കുറച്ചുകൂടെ വാക്ക് ചെയ്യുന്ന ഒരു 10 വയസ്സ് 15 പിടിച്ചൊക്കെ നടക്കുന്ന കുട്ടികളുണ്ട്. ദാറ്റ് ഈസ് ടൈപ്പ് 3. 3 അഗെയിൻ എ ആൻഡ് ബി ഈസ് ദെയർ ഡിപ്പെൻഡിങ് അപ്പോൺ ദി ഓൺസെറ്റ്. 18 മാസം തൊട്ട് 3 വയസ്സാണെങ്കിൽ ടൈപ്പ് എ, 3 തൊട്ട് 30 വയസ്സാണെങ്കിൽ ടൈപ്പ് 3. ഇത് അത്ര പെർഫെക്റ്റ് ഒന്നും അല്ല. ഇപ്പോൾ 3 വയസ്സെന്ന് പറഞ്ഞാൽ 3 വയസ്സ് 1 മാസം ഓൺസെറ്റ്, അത് നമുക്ക് പറയാൻ പറ്റത്തില്ല. റഫ്ലി യു ഹാവ് ടു കൺസിഡർ ദീസ് തിങ്സ്. അല്ലെങ്കിൽ ഇത് അടിച്ചോണ്ടിരിക്കും. And proximal lower extremity predominant weakness, abnormal gait, they will have almost normal lifespan. 3 ആണെന്നുണ്ടെങ്കിൽ sometimes most alive by 2 years. Type 2 ആണെങ്കിൽ type 3 ആണെങ്കിൽ normal lifespan. Type 4 എന്ന് പറയുന്നത് still milder problem. അഡൽട്ടൊക്കെ നോർമൽ ലൈഫ് സ്പാൻ, നോർമലായിട്ട് ജീവിക്കുന്നു, എല്ലാം ചെയ്യുന്നു. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ ദേ വിൽ ഹാവ് സം വാഡ്ലിംഗ് ഗൈറ്റ് വിൽ ബി ദെയർ. അവർക്കാണ് ഈ പോളിമിനിമ ക്ലോൺസ് ഒക്കെ ടിപ്പിക്കലി ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നത്. ദേ വിൽ ഹാവ് ആൾമോസ്റ്റ് നോർമൽ ലൈഫ് സ്പാൻ. ഓൺലി തിങ് ഇസ് ദേ വിൽ ഹാവ് സം വീക്ക്നെസ് ഓർ ഡിസബിലിറ്റി. ടൈപ്പ് 0 എന്ന് പറയുന്നത് ഇറ്റ്സ് എ എക്സ്ട്രീംലി സിവിയർ വെറൈറ്റി. ഇൻട്രായൂട്രൈൻ പീരീഡിൽ തന്നെ ദേ വിൽ ഹാവ് ഹൈപ്പോട്ടോണിയ, ഡിക്രീസ്ഡ് ഫീറ്റൽ മൂവ്മെന്റ്, ആൻഡ് യൂഷ്വലി ഫ്രം ബർത്ത് ഓൺവേർഡ്സ്, അതായത് ഫസ്റ്റ് മന്തിൽ തന്നെ ഡിറ്റക്ട് ചെയ്യും. യൂഷ്വലി ദേ വിൽ ഡൈ ബൈ അറൌണ്ട് 2 months. But that is extremely rare. ഒരു മൊത്തം 3-4 കേസ് ഓൺലി ലാസ്റ്റ് 25 years I have seen. Very rare. Only thing is severity ഉണ്ടെന്നേ ഉള്ളൂ. ഏർലിയർ ആയിട്ട് തന്നെ കണ്ടുപിടിക്കുന്നു. Usually they will die by around 2 or 3 months. So this classification is important. അതിനകത്ത് ഒരു SMA-2 copies ഉണ്ടായിരുന്നു. അത് നമ്മൾ we will come to that later. Because ഇപ്പോഴേ പറഞ്ഞേക്കാം, nowadays this classification is also based on the gene copies. SMA-1 എന്താണ് 2 ആണെന്നുള്ളത് ഞാൻ പിന്നെ പറയാം. SMA-2 കോപ്പീസിൻ്റെ നമ്പർ അനുസരിച്ച് ദിസ് ടൈപ്പിംഗ് വിൽ ഡിഫറൻറ്റ്. അതായത് നിങ്ങൾ നോക്കുക, SMA ടൈപ്പ് 0 SMA കോപ്പീസ് 1,
ടൈപ്പ് 1-ൽ ഇറ്റ്സ് 1 to 2, ടൈപ്പ് 2-ൽ 3 copies, ടൈപ്പ് 3-ൽ 3 or 4 copies, ആൻഡ് 4-ൽ 4 or more copies. ഈ SMN2 എന്താണെന്നുള്ളത് അടുത്ത 2 സ്ലൈഡ് കഴിയുമ്പോൾ ഞാൻ പറയും. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് ഇപ്പോൾ നിങ്ങൾക്ക് ആ റിസൾട്ടുമായിട്ട് വരുമ്പോൾ ആ SMN2 കോപ്പീസ് കൂടെ നോക്കുക. എന്നാൽ യു വിൽ ബി ഏബിൾ ടു ക്ലാസിഫൈ പെർഫെക്റ്റ്ലി വാട്ട് ഇസ് ദി ടൈപ്പ് ഓഫ് SMA. അതായത് ഇത് പറയാതെ അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഡയറക്റ്റായിട്ട് ജീൻ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അതുകൊണ്ട് ക്ലാസിഫിക്കേഷൻ പറഞ്ഞു എന്നുള്ളതാണ്. നെക്സ്റ്റ് സ്ലൈഡ്. So these are some of the differential diagnosis. I think it is not very important to you just to understand spinal muscular atrophy പോലെ തന്നെയുള്ള വേറെ കണ്ടീഷൻസ് ഉണ്ട്, ലൈക്ക് കൺജനിറ്റൽ ഹൈപ്പോമൈലിനേറ്റിംഗ് ന്യൂറോപ്പതി. ഇതെല്ലാം ലോവർ മോട്ടോർ ന്യൂറോണിൻ്റെ പടമാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഇറ്റ് ക്യാൻ ബി ഇൻ ദി നെർവ് സെൽസ് ലൈക്ക് കൺജനിറ്റൽ ഹൈപ്പോമൈലിനേറ്റിംഗ് ന്യൂറോപ്പതി, or neuromuscular junction like congenital myasthenic syndrome, or muscle disorders like congenital muscular dystrophy or congenital myopathy, or metabolic myopathies like Pompe's disease, which is a glycogen storage disease type 2, where other features like cardiomegaly, hepatomegaly, large tongue, etc. will help you, or syndromes like Zellweger syndrome, where there will be facial phenotype, developmental delay. Then Prader-Willi syndrome, which is an obesity syndrome, but early presentation of Prader-Willi syndrome is hypertonic infant. So hypertonic infant വരുമ്പോൾ Prader-Willi. I think this is not important for you, just I have put the slides. There are multiple clinical features are there, other clinical conditions are there, which can also present as a SMA. Now come to the genetic aspects. So there are, what is a gene for identification of gene for SMA? SMN gene is located in the long arm of chromosome 5. And important thing of SMN gene is, ഇത് അടുത്ത സ്ലൈഡ് എടുത്തു, അതാണ് കുറച്ചുകൂടെ പറയാനെളുപ്പം. There are SMN1 ജീൻ ഉണ്ട്, SMN2 ജീൻ ഉണ്ട്, 2 ജീൻ ഉണ്ട്. SMN എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ സർവൈവൽ മോട്ടോർ ന്യൂറോ. ഹീമോഫീലിയ കോമൺ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഹീമോഫീലിയ എന്തുകൊണ്ടുണ്ടാവുന്നു? ഫാക്ടർ 8ന്റെ ഡിഫിഷ്യൻസി കൊണ്ടാണ് ഉണ്ടാകുന്നത്. കോയാഗുലേഷൻ നടക്കണമെങ്കിൽ നമുക്ക്, ബിക്കോസ് ഇതുപോലെ നമുക്ക് SMN പഠിപ്പിക്കാൻ പറ്റത്തില്ല, കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിൻ്റെ ഫംഗ്ഷനും നമ്മൾ സാധാരണ ആർക്കും പറഞ്ഞുകൂടാ. ഫാക്ടർ 8 എളുപ്പമാണ്. കോയാഗുലേഷൻ നടക്കണമെങ്കിൽ 13 ഫാക്ടർ വേണം. ചെറിയ വയസ്സോട്ടെ നമ്മൾ പഠിക്കുന്നു. അതിലൊരു ഫാക്ടറാണ് ഫാക്ടർ 8. ഈ ഫാക്ടർ 8നെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ജീനാണ് ഫാക്ടർ 8 ജീൻ, വിച്ച് ഈസ് ഇൻ ദി എക്സ് ക്രോമോസോം. അപ്പോൾ ആ ജീൻ ഉണ്ടെങ്കിൽ മാത്രമേ ആ പ്രോട്ടീൻ പ്രോഡക്റ്റ് ഉണ്ടാവുള്ളൂ. ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് കമ്പ്യൂട്ടർ, നമ്മൾ ആഹാരം കഴിക്കുന്ന അതുപോലെ തന്നെയാണ്. ബോഡിയിൽ 25,000 ജീനുണ്ട്. 25,000 ജീൻ 1.5 ലക്ഷം പ്രോട്ടീൻ ഉണ്ടാക്കുന്നു. 25,000 പ്രോട്ടീൻ അല്ല, ബിക്കോസ് പ്രോട്ടീനിന് ഒരുപാട് ട്രാൻസ്ലേഷൻ മോഡിഫിക്കേഷൻസ് ഒക്കെ ഉണ്ടാവും. അത് മനസ്സിലാക്കിയിരിക്കുക. എന്തായാലും 1 ജീൻ ക്യാൻ പ്രൊഡ്യൂസ് മൾട്ടിപ്പിൾ പ്രോട്ടീൻ, ബട്ട് എല്ലാ പ്രോട്ടീനും ഏതെങ്കിലും ജീനിൽ നിന്ന് മാത്രമേ ഉണ്ടാവാൻ പറ്റൂ. ജീനില്ലെങ്കിൽ പ്രോട്ടീൻ ഇല്ല. ബിക്കോസ് നമ്മുടെ ഓരോ കോശത്തിനകത്ത്, ന്യൂക്ലിയസിനകത്ത് 23 ക്രോമസോമിനകത്ത് 22,000 തൊട്ട് 23,000 ജീൻസ് വെച്ചിരിക്കുകയാണ്. ആ ഓരോ ജീനാണ് എ ജീൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ ഉണ്ടാക്കുന്നു, ബി ജീൻ എന്ന് പറയുന്ന വേറൊരു പ്രോട്ടീൻ ഉണ്ടാക്കുന്നു. അപ്പോൾ ഒരു ജീനിൽ മ്യൂട്ടേഷൻ വന്നു കഴിഞ്ഞാൽ ആ പ്രോട്ടീൻ ഉണ്ടാകില്ല, അല്ലെങ്കിൽ അബ്നോർമൽ ആയിരിക്കും. ഓൾ ജനറ്റിക് ഡിസോർഡേഴ്സ് ആർ ഡ്യൂ ടു ദിസ്. യു ടേക്ക് എനി ജനറ്റിക് ഡിസോർഡർ, വി ക്യാൻ ഐഡന്റിഫൈ ദി പ്രോട്ടീൻ, വി ക്യാൻ, ചിലവൊന്നും ഇപ്പോൾ ഐഡന്റിഫൈ ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞ കോമൺ ജനറ്റിക് ഡിസോർഡേഴ്സ് ഒക്കെ ഓൾറെഡി ഐഡന്റിഫൈഡ് ആണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുന്നത് ഹീമോഫീലിയ, ഫാക്ടർ 8 is important for coagulation pathway, factor 8 gene which is S chromosome. Thalassemia, beta globin. Beta globin എന്ന് പറയുന്നത് ഹീമോഗ്ലോബിൻ ഉണ്ടാവണമെങ്കിൽ ഹീമും വേണം, ബീറ്റാ ഗ്ലോബിനും വേണം. ബീറ്റാ ഗ്ലോബിൻ ഇല്ലെങ്കിൽ താലസീമിയ ഉണ്ടാവും. ബീറ്റാ ഗ്ലോബിൻ അബ്നോർമൽ ആണെങ്കിൽ സിക്കിൾ സെൽ അനീമിയ ഉണ്ടാവും. എവറിത്തിങ് ഈസ് ലൈക്ക് ദാറ്റ്. ഓസ്റ്റിയോജെനിസിസ് ഇംപെർഫെക്റ്റാ, നിങ്ങൾ കേട്ട് കാണും. ബോൺസ് ഇടയ്ക്കിടയ്ക്ക് പൊട്ടുന്നു. ബിക്കോസ് അവിടെ കൊളാജൻ എന്ന് പറയുന്ന സ്ട്രക്ചറൽ പ്രോട്ടീൻ, കൊളാജൻ 1A1 ജീൻ ഉണ്ട്, കൊളാജൻ 1A2 ജീൻ ഉണ്ട്. ദർ ആർ വേരിയസ് ടൈപ്സ് ഓഫ് കൊളാജൻ ജീൻ. ഏത് കൊളാജൻ ജീനിലെ മ്യൂട്ടേഷൻ വരുമ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓസ്റ്റിയോജെനിസിസ് ഇംപെർഫെക്റ്റാ വിൽ പ്രൊഡ്യൂസ് Duchenne muscular dystrophy. That is the dystrophin gene, which is in the X chromosome. There is a mutation in the dystrophin. Dystrophin protein ഉണ്ടാവില്ല, DMD disease will produce. So അതേപോലെ SMN ജീനാണ് SMA ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ SMAയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജീൻ. പക്ഷേ ഇവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് അല്ലെങ്കിൽ ഒരു വ്യത്യാസം മറ്റുള്ള ജീൻ വേണമെന്ന് പറഞ്ഞാൽ, ഇവിടെ നമുക്ക് സ്യൂഡോ ജീൻ ഉണ്ട്. സ്യൂഡോ ജീൻ എന്ന് പറഞ്ഞാൽ SMN പോലെ ഇരിക്കുന്ന വേറൊരു ജീൻ കൂടെ ക്രോമസോമിന് അടുത്തിരിപ്പുണ്ട്. ദാറ്റ് ഇസ് കോൾഡ് SMN2 ജീൻ. ബട്ട് അവൻ വലിയ ഉപയോഗമില്ല. He will give only 10% of the protein product in a normal individual. എന്നെയോ നിങ്ങളെയോ സാധാരണ ഒരു മനുഷ്യനെ എടുത്താൽ നമുക്കുണ്ടാവുന്ന SMN പ്രോട്ടീനിൻ്റെ 90% ഉണ്ടാവുന്നത് SMN1 ജീനിൽ നിന്നാണ്. ആൻഡ് 10% ഉണ്ടാവുന്നത് SMN2 ജീനിൽ നിന്നാണ്. അത് ബിക്കോസ് അതിൽ ചെറിയൊരു എക്സോൺ 7 ചെറിയൊരു ന്യൂക്ലിയോടൈഡ് ഡിഫറൻസ് ഉണ്ട്. ഈ SMN പ്രോട്ടീൻ ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ദി സർവൈവൽ ഓഫ് മോട്ടോർ ന്യൂറോൺ. ദാറ്റ് ഇസ് വൈ ഇറ്റ്സ് കോൾഡ് സർവൈവൽ മോട്ടോർ ന്യൂറോൺ. നമ്മുടെ സ്പൈനിനകത്തുള്ള ആൻറ്റീരിയർ ഹോൺ സെല്ലിൽ സർവൈവ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? SMN ജീൻ വേണം.
SMA ജീൻ ഇല്ലെങ്കിൽ അവൻ നേരത്തെ അങ്ങ് ഡീജനറേറ്റ് ചെയ്തു. നോർമലി തന്നെ ഡീജനറേറ്റ് ചെയ്യുന്ന ഒരു സാധനമാണിത്. അതുകൊണ്ടാണ് നമ്മൾ പഠിപ്പിക്കുമ്പോൾ പിള്ളേരെ പഠിപ്പിക്കാൻ വേണ്ടി പറയും മോട്ടോർ ന്യൂറോൺ ഡിസീസ്. അഡൽട്ടിൽ കാണുന്നത് SMA ഒരു വകഭേദം തന്നെയാണ്. പക്ഷേ ദാറ്റ് മോട്ടോർ ന്യൂറോൺ ഡിസീസ് ഒക്കറിങ് ഓൺലി ഇൻ ദി അഡൽട്ട്. പക്ഷേ ഇവിടെ ചെറിയ വയസ്സ് തൊട്ട് തന്നെ നേരത്തെ തന്നെ മോട്ടോർ ന്യൂറോണൊക്കെ ചത്തുപോകും. ബിക്കോസ് ഈ സർവൈവൽ മോട്ടോർ ന്യൂറോൺ ഇല്ല. ഇവന് നോർമലായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യാൻ നമുക്ക് SMA ജീൻ ഇല്ല. അപ്പോൾ SMA ജീൻ വർക്ക് ചെയ്യണമെങ്കിൽ SMN1 പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണം. SMN1-ലാണെങ്കിലും SMN2-ലാണെങ്കിലും there are 8 exons are there. And commonest mutation that occurs is the SMN1 ജീനിൻ്റെ exon 7 അല്ലെങ്കിൽ exon 8-ലുള്ള ഡെലീഷനാണ്. ഈ ഡെലീഷൻ 2 കോപ്പിയിലും ഉണ്ടാവണം. ബിക്കോസ് ഇറ്റ് ഇസ് എൻ ഓട്ടോസോമൽ റിസസീവ് ഡിസീസ്. നമുക്കുണ്ടാവുന്ന എല്ലാ ജീനും ഒരു കോപ്പി കിട്ടുന്ന അച്ഛൻ്റേതാണ്, ഒരു കോപ്പി കിട്ടുന്ന അമ്മയുടേതാണ്. ഈ 2 കോപ്പിയിലും ഡെലീഷൻസ് വരുമ്പോഴാണ് അസുഖം വെളിയിൽ പ്രകടമാക്കപ്പെടുന്നത്. ഈ വൺ ഓഫ് ദി കോപ്പി ഈസ് മ്യൂട്ടേറ്റഡ്, ദാറ്റ് പേഴ്സൺ വിൽ ബി കാരിയർ. ദിസ് മച്ച് യു അണ്ടർസ്റ്റുഡ്? ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ്. ഇപ്പം 94, പക്ഷെ എന്നാലും ഞാൻ ഡെലീഷൻ exon 7 എന്നൊക്കെ പറഞ്ഞാലും ദാറ്റ് ഇസ് എ ക്ലാസിക്കൽ മ്യൂട്ടേഷൻ വിച്ച് ഈസ് സീൻ ഇൻ 94 to 95% of SMA patients. But very, very rarely SMA is also maybe due to some point mutations. അപ്പോൾ നമ്മൾ ഡെലീഷൻ നമുക്ക് ചെയ്യാൻ പറ്റുകയോ കിട്ടാതിരിക്കുകയോ ചെയ്താൽ നമുക്ക് വേറെ ചില ടെസ്റ്റുകൾ കൂടെ ചെയ്യേണ്ടി വരും. അത് മറന്നു പോകരുത്. ദാറ്റ് ഈസ് ജസ്റ്റ് ടു നോ ദാറ്റ് ഡെലീഷൻ മാത്രമല്ല ഇതിൻ്റെ ഒരു മ്യൂട്ടേഷണൽ മെക്കാനിസം എന്നുള്ളതിനൊരു സ്ലൈഡാണെന്നേ ഉള്ളൂ. 6% മേ ബി ഡ്യൂ ടു small point mutations or something in the SMA gene. That I think we will omit. Next slide. അപ്പോൾ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിംഗ് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഡെലീഷൻ ഉണ്ടോ ഇല്ലയോ നോക്കുക എന്ന് പറയുന്നതാണ് മേജർ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിംഗ്. ഡയഗ്നോസ്റ്റിക് നിങ്ങൾ അവർ ഇപ്പോൾ SMA പേഷ്യൻസ് ഒക്കെ ഇനി വരികയാണെങ്കിൽ അവരുടെ റിപ്പോർട്ട് വാങ്ങിച്ച് നോക്കുമ്പോൾ there will be a test called MLPA, multiplex ligation dependent probe amplification, where we will see whether this deleted or not deleted. അത് ഡെലീഷൻ ആണെങ്കിൽ 2 കോപ്പിയും ഡെലീറ്റഡ് ആണ്. ആ 2 കോപ്പിയും ഡെലീറ്റഡ് എന്നുള്ള ഒരു ടെക്നിക്കൽ വേർഡാണ് ദേ വിൽ റൈറ്റ് as homozygous. Homozygous deletion means both the alleles there is deletion. If there is a heterozygous deletion, that means one of the allele is having mutated, another allele is normal. അപ്പോൾ ഡയഗ്നോസ്റ്റിക് കാരിയർ പ്രീനേറ്റൽ എല്ലാത്തിലും SMN1 ജീനാണ് നോക്കേണ്ടത്. പ്രപ്പോർഷൻ ഓഫ് SMA attributed to pathogenic variant is 100%. That means വേറെ ഒരു ജീനും SMA ഉണ്ടാക്കുന്നതായിട്ട് ഇതുവരെ റിപ്പോർട്ടുകളില്ല. ബട്ട് SMA പോലെയുള്ള ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ഉണ്ടാകാം കേട്ടോ. ഒരു ന്യൂറോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഫിസിഷ്യൻ കോൺഫിഡൻ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇവൻ SMA ആണ്, എല്ലാ ഫീച്ചേഴ്സും ഉണ്ടെന്ന് പറഞ്ഞാലും ചിലപ്പോൾ SMA ജീനിലല്ലാതെ വേറെ ജീനിൽ വരാം. പക്ഷേ ദാറ്റ് ഈസ് previously we used to call SMA plus syndrome. പക്ഷേ യൂഷ്വലി അതിനൊക്കെ എന്തെങ്കിലും ഒരു റെഡ് ഫ്ലാഗ് സൈൻ കാണും. ഫോർ എക്സാമ്പിൾ, അധികാരം നോട്ടീസ് ചെയ്യാത്തൊരു കാര്യം നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുള്ളതാണ് ഡയഫ്രമാറ്റിക് പാരാലിസിസ്. In SMA, basically diaphragmatic paralysis is usually will not occur. Intercostal weakness ആണ് ഉണ്ടാകുന്നത്. അതേസമയം 2 മാസമുള്ള കുട്ടി, 3 മാസമുള്ള കുട്ടി SMA പോലെ ഹൈപ്പോട്ടോണിയ ഉണ്ട്, എല്ലാം ഉണ്ട്, അവൻ്റെ കൂടെ ഡയഫ്രം കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ that is due to some other genes. There are so many genes are involved. We are doing that NGS testing. We got 3-4 cases. SMA പോലെ ഇരിക്കും, പക്ഷേ SMA അല്ല. പക്ഷേ അതിനൊരിക്കലും SMA നമ്മൾ പറയത്തില്ല. SMA എന്ന് പറയണമെങ്കിൽ SMN ജീൻ ഡിലീഷൻ വേണം. ഇത് എവിടെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ പ്രീവിയസ് പോലെ അല്ല. പണ്ട് ഇപ്പോൾ SMA ക്ലിനിക്കലി ഇപ്പോൾ ഒരു നോൺ SMA പേഷ്യൻറ്റ് നിങ്ങൾ SMA എന്ന് പറഞ്ഞിട്ട് ചികിത്സിച്ചാലും കുഴപ്പമൊന്നുമില്ല. as far as therapy is concerned, there is no difference, I agree. But there are so many other ramifications. നമ്മൾ ട്രീറ്റ്മെൻറ്റ്, ഡെഫിനറ്റീവ് ട്രീറ്റ്മെൻറ്റിലോട്ട് പോവുകയോ അല്ലെന്നുണ്ടെങ്കിൽ പ്രീനേറ്റൽ ഡയഗ്നോസിൽ പോവുകയോ കൗൺസിലിംഗ് ചെയ്യുകയോ ഇൻട്രായൂട്രൈൻ നെക്സ്റ്റ് ബേബിക്ക് ടെസ്റ്റ് ചെയ്യുകയോ ചെയ്താൽ അങ്ങനെ പറ്റില്ല. വി ഷുഡ് കൺഫേം വിത്ത് ദി ജെനറ്റിക് ടെസ്റ്റിംഗ്. സോ ജെനറ്റിക് ടെസ്റ്റിംഗ് ഈസ് മാൻഡേറ്ററി ഫോർ കൺഫേമിംഗ് ദി ഡയഗ്നോസിസ്. ഓക്കെ, അപ്പോൾ അതിന് 100% ഇതാണ് ചെയ്യുന്നത്. പിന്നെ SMN2 കോപ്പീസിന് ഡയഗ്നോസിസിന് ഇമ്പോർട്ടൻ്റ് ഇല്ല. നെക്സ്റ്റ് സ്ലൈഡ്. പക്ഷേ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞതുപോലെ ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ദി വിച്ച് ടൈപ്പ്. അപ്പോൾ നമ്മൾ ഉടനെ SMN1 ജീൻ നോക്കുന്നു, അവിടെ ഹോമോസൈഗസ് ഡെലീഷനാണ്. ദാറ്റ് കൺഫേംസ് ഡയഗ്നോസിസ് ഓഫ് SMA. ദെൻ ഇമ്മീഡിയറ്റ്ലി ഐ വിൽ ചെക്ക് ഇൻ ദി സെയിം റിപ്പോർട്ട് വാട്ട് ഈസ് ദി നമ്പർ ഓഫ് കോപ്പീസ് ഓഫ് ദി SMN2 ജീൻ. SMN2 ജീൻ ഒരു കോപ്പി ആണെങ്കിൽ 96% of those patients will present as SMA type 1. Whereas very rarely they can present as SMA type 2 and never they will present as type 3. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 4% വിട്ട് കളഞ്ഞാൽ most of the type 1 SMA patients will have SMN gene copies 0, 1, maximum 2. 0 ആയിരിക്കാൻ ചിലപ്പോൾ റയറാണ്. വേറസ് 2 കോപ്പി ഉണ്ടെങ്കിൽ 79% SMA type 2. അതായത് 1 or 2 SMN2 കോപ്പീസ് എന്ന് പറയുന്നത് നോർമൽ ഇൻഡിവിജ്വൽസ് ആണ്.
അവരിൽ ഹോമോസൈഗസ് പോയി കഴിഞ്ഞാൽ നോർമലായിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതാണ്. നോർമലായിട്ട് 2 കോപ്പിയാണല്ലോ. ഒരു ജീനിന് 2 കോപ്പിയല്ലേ കാണാൻ പറ്റുള്ളൂ. ഏതൊരു ജീനിന് ഞാൻ പറഞ്ഞില്ലേ 2 കോപ്പിയേ കാണുള്ളൂ. അച്ഛൻ്റെ ഒരു കോപ്പി, അമ്മയുടെ ഒരു കോപ്പി. സംടൈംസ് SMN2 ജീൻ കോപ്പീസ് ക്യാൻ ബി ഇൻക്രീസ്ഡ് ടു 3, 4, 5, 6. അങ്ങനെ കൂടുമ്പോൾ ഫിനോടൈപ്പ് മൈൽഡർ ആവുന്നു. So that is why another principle in genetics, when you are having a same type of mutations, everybody should have a same clinical features. Homozygous deletion ഉള്ള ഒരു കുട്ടി ടൈപ്പ് 1 ആയിട്ട് പ്രസന്റ് ചെയ്യുന്നു, വേറൊരാൾ ടൈപ്പ് 4 ആയിട്ട് പ്രസന്റ് ചെയ്യുന്നു. Why? Because of this. Because SMN2 gene copy in that individual where it is a milder phenotype, copies കൂടുതലായിരിക്കും. You can see, നീ കാണുമ്പോൾ ഏത് പേഷ്യൻ്റ് റിപ്പോർട്ട് നോക്കിയാലും മതി, 99.9% this will be accurate. But there are still some other modifications. For example, ഞാൻ പറഞ്ഞില്ലേ ടൈപ്പ് 1 ഒരു കോപ്പി SMN2 ഉള്ളൂ, but still 4% can present as a type 2. അങ്ങനെ റയറായിട്ടൊക്കെ വരാം. അപ്പോൾ നമുക്കൊരു പേഷ്യൻറ്റ്, ഞങ്ങളിപ്പോൾ 77 പേരെന്തോ നോക്കിക്കഴിഞ്ഞു, അതിനകത്ത് ഒരു പേഷ്യൻറ്റിന് ജനറ്റിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ചൈൽഡ് ഷുഡ് പ്രസന്റ് എസ് എ ടൈപ്പ് 1, ബിക്കോസ് അവന് SMN2 ജീൻ കോപ്പീസ് 2 ഉള്ളൂ. SMA1 കോപ്പി 0 ആണ്, 2 അലീലും. സോ പ്രാക്ടിക്കലി ഐ വിൽ എക്സ്പെക്ട് ടൈപ്പ് 1, ബട്ട് ദാറ്റ് പേഷ്യൻറ്റ് ഈസ് ടൈപ്പ് 3 ഓർ ടൈപ്പ് 4. ചൈൽഡ് ഈസ് വാക്കിംഗ് വിത്ത് സപ്പോർട്ട്. പക്ഷെ അത് എക്സ്ട്രീംലി റെയറാണ്. 100 പേരെ നോക്കുമ്പോൾ ഒരാളേക്ക് അങ്ങനെ കിട്ടും. ബാക്കി മോസ്റ്റ് ഓഫ് ദി ടൈം നിങ്ങളുടെ ടൈപ്പിങ്ങും നിങ്ങളുടെ ജീനറ്റിക്കും മാച്ച് ചെയ്യും. ഞാൻ പറഞ്ഞ 77 കേസിൽ 76 എണ്ണവും മാച്ച് ചെയ്യുന്നുണ്ട്, ഒരെണ്ണമേ മാച്ച് ചെയ്യാത്തുള്ളൂ. അത് നമ്മുടെ തന്നെ ഡാറ്റ പറഞ്ഞാണ്. ഇപ്പോൾ 176 നോക്കും പറയാം 1 or 2 കേസുകളിൽ തെറപ്പി, ബിക്കോസ് അത് ലിറ്ററേച്ചറിലും പറയുന്നുണ്ട്. സം അതർ ജീൻ മോഡിഫയർ മേ ബി ദയർ, ദാറ്റ് വി ഹാവ് ടു ഡു സം റിസർച്ച് ഓർ സംതിങ്. സോ ഫോർ യുവർ പ്രാക്ടിക്കൽ പർപ്പസ്, ഇഫ് യു സീ ദി SMN2 copies, that copy is 1 or 2, usually person is type 1, whereas 3, 4 or more than that person is type 2, type 3 or type 4. So that is the importance of SMN2 copies. And this is the importance of the treatment part also. Next slide. This is the test already I told you. MLPA is the test we will use for SMA diagnosis. Next slide. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് SMN2 കോപ്പീസ് SMN3 കോപ്പീസും അറിയാം. ഈ പീക്കാണ് നമ്മൾ നോക്കുന്നത്. ആക്ച്വലി വി ആർ കമ്പയറിംഗ് വിത്ത് ദി നോർമൽ സ്റ്റാൻഡേർഡ്. എത്രത്തോളം SMN1 കോപ്പി ഉണ്ട്, SMN ഇൻഡെപ്തിലോട്ട് പോകണ്ട, പെർസെൻറ്റേജ് വെച്ച് അറിയാൻ പറ്റും. അപ്പോൾ 3 ഉണ്ട്, കൂടുതൽ പെർസെൻറ്റേജ് പോകുന്നതോറും വി വിൽ സേ ദാറ്റ് SMN2 കോപ്പീസ് 3 ഉണ്ട്, അല്ലെങ്കിൽ SMN1 കോപ്പി 2. Next slide. So this is the diagnostic testing. So when you suspect a clinical SMA, you don't have to do a പണ്ടത്തെ പോലെ basal biopsy, ഒന്നിൻ്റെ ആവശ്യമില്ല. You just to take the blood and do the genetic testing. So SMN deletion testing we will do. Testing will be done by MLPA or quantitative PCR. അത് MLPA തന്നെ വെക്കാം. 2 ടെക്നോളജി പറഞ്ഞ് ഞാൻ കൺഫ്യൂസ് ചെയ്യുന്നില്ല. qPCR also can be done. പക്ഷേ MLPA ആണ് മോസ്റ്റ് സെൻറ്റേഴ്സ് ഫോളോ ചെയ്യുന്നത്. നിങ്ങൾ കാണുന്ന റിസൾട്ട്സ് എല്ലാം 90% MLPA ആയിരിക്കും. സോ MLPA ചെയ്യുമ്പോൾ SMN1 കോപ്പി, അതാണ് ഞാൻ പറഞ്ഞത്. SMN1 കോപ്പി 0 ആണെങ്കിൽ ദാറ്റ് മീൻസ് ഹോമോസൈഗസ് ഡെലീഷൻ. കൺഫ്യൂഷൻ ഇല്ലല്ലോ, ഇറ്റ്സ് എ കൺഫേംഡ് SMA കേസ്. ഇഫ് ദർ ഇസ് എ 1 കോപ്പി, ഇഫ് ദർ ഇസ് എ മോർ ദാൻ 2 കോപ്പീസ്, then it is not SMA. Already ഞാൻ പറഞ്ഞു. ഓക്കെ, മോർ ദാൻ 2 കോപ്പീസ് ആണെങ്കിൽ there is no SMA, because 2 കോപ്പിയും ഉണ്ട്. പക്ഷേ 1 കോപ്പി ആണെങ്കിൽ ദാറ്റ് മീൻസ് ഇറ്റ്സ് എ ഹെട്രോസൈഗസ് കാരിയർ. ബട്ട് നമുക്ക് ഓൾറെഡി പേഷ്യൻ്റ് നമ്മുടെ മുമ്പിലുണ്ട്. പേഷ്യൻ്റ് നമ്മുടെ മുമ്പിൽ SMA പേഷ്യൻ്റായിട്ടാണ് നമ്മൾ കാണുന്നത്. അവനെ ഹെട്രോസൈഗസ് കാരിയർ ആണെന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ നോർമൽ പേഷ്യൻ്റ് ആണെങ്കിൽ 1 കോപ്പി ആണെങ്കിൽ ഇറ്റ്സ് എ ഹെട്രോസൈഗസ് കാരിയർ. പക്ഷേ ദാറ്റ് പേഷ്യൻ്റ് ഈസ് ഹാവിംഗ് ഹൈപ്പോട്ടോണിയ, all features of SMA is there, but still is only 1 copy is determined. Then we have to look for, ഞാൻ പറഞ്ഞതുപോലെ 6% deletion അല്ലാത്ത other mutations may be there. For that you have to do another testing log, SMN gene sequencing ചെയ്യണം. അതാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ മ്യൂട്ടേഷൻ കിട്ടിക്കഴിഞ്ഞാൽ that also confirms SMA. That is 1 ജീനിനകത്ത് ഡെലീഷൻ ഉണ്ട്, 1 ജീനിനകത്ത് അതർ മ്യൂട്ടേഷൻ ഉണ്ട്. ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. എല്ലാം മനസ്സിലായാലും കുഴപ്പമില്ല. ഇങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്നതെന്ന്. വേറെ അവിടെ മ്യൂട്ടേഷൻ കിട്ടാതിരിക്കുകയോ മോർ ദാൻ 2 കോപ്പീസോ കിട്ടുകയാണെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് എൻ SMA. Then you have to look for other conditions like other SMA, neuromuscular disorders, where you have to do EMG, NCV, muscle biopsy, എല്ലാം ചെയ്യണം. CPK ഇവിടെ പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ ഒരു ചാർട്ട് പ്രകാരം. CPK usually we will do early itself, because that's a simple marker which will help you to differentiate whether it is a muscle disorder or a neurological disorder. So any child with hypotonia, ഞാൻ പറഞ്ഞ കണ്ടീഷൻസ് എല്ലാം നോക്കുകയാണെങ്കിൽ, ഒന്ന് ആൻറ്റീരിയർ ഹോൺസൽ ആൻഡ് പെരിഫറൽ നെർവ് ആൻഡ് നെർവ്, വേറൊന്ന് മസിൽ. അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതിന് യു ഡു CPK.
CPK is high, it's a muscle disorder. CPK is low, probably it will be SMA or. അപ്പോൾ അതെല്ലാവർക്കും അറിയാം, ഞാൻ പറഞ്ഞതേ അത് ഇവിടെ വെച്ചതല്ല, ചാർട്ടിൽ അങ്ങനെ വന്നു എന്നുള്ളതേ ഉള്ളൂ. ആക്ച്വലി നമ്മൾ EMG NCV മസിൽ ബയോപ്സി ഒക്കെ ചെയ്യുന്ന ഇവിടെ സിറ്റുവേഷനാണ്. SMA പോലെ നമ്മൾ വിചാരിക്കുന്നു, SMA ടെസ്റ്റിംഗ് സ്ട്രോങ്ലി നെഗറ്റീവ്, then you will go for no other option, muscle biopsy or some other testing, neurogenic pattern, these things will be done. SMN2 copies അതിൻ്റെ കൂടെ തന്നെ കിട്ടും. നിങ്ങൾ MLPA ചെയ്യുമ്പോൾ തന്നെ SMN2 copies കിട്ടും. That is not for diagnosis, that is for typing, predictive value of SMA severity. ആ ഒരു കുട്ടിക്ക് നമ്മൾ 6-ാം മാസം ചെയ്യുമ്പോൾ തന്നെ അല്ലെങ്കിൽ 4-ാം മാസം ചെയ്യുമ്പോൾ തന്നെ SMN കിട്ടുന്നു. അവന് 2 കോപ്പിയേ ഉള്ളൂ SMN2 എങ്കിൽ he will be type 1 or maximum type 2. വേറെ അവന് 4 കോപ്പി ഉണ്ടെങ്കിൽ he will be type 3 or type 4. അത് predict ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ്. Now coming to last part of the talk, that is a treatment. So these genetic diseases, previously we are not very bothered because there is no treatment options are available. But now there are a lot of various treatment options are available. അതുകൊണ്ട് പേഷ്യൻസിനെ നിങ്ങൾ ഫിസിയോതെറാപ്പി ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ അവർ ചോദിക്കുകയാണെങ്കിൽ യു ഷുഡ് ഹാവ് സം ഐഡിയ വാട്ട് ആർ ദി ട്രീറ്റ്മെൻറ്റ്സ് അവൈലബിൾ. സോ ഇത് വേരിയസ് ലെവൽസ് ഓഫ് ട്രീറ്റ്മെൻ്റ് ആണ്. മ്യൂട്ടൻ ജീനിലാണെങ്കിൽ ജീൻ തെറാപ്പി ചെയ്യാം. അതാണ് ഇപ്പോൾ SMA ആ 16 കോടിയുള്ള 16 crore മരുന്നെന്ന് പറയുന്നത് ഇറ്റ് ഇസ് ആക്ച്വലി എ ജീൻ തെറാപ്പി. ഇറ്റ് ഇസ് സോളിജൻ SMA, ഇറ്റ്സ് എ ജീൻ തെറാപ്പി. ആക്ച്വലി ഞാൻ പറഞ്ഞില്ല SMN ജീൻ ഇല്ല, ആ SMN ജീൻ തന്നെ നമ്മൾ ബോഡിക്കകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ദാറ്റ് ഈസ് കോൾഡ് ജീൻ തെറാപ്പി. ടിഷ്യൂ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്നത് ജീനിന് പകരം ജീൻ ഉണ്ടാക്കുന്ന ഓർഗനെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ദാറ്റ് ഇസ് നോട്ട് SMA. ഇത് മൊത്തത്തിലുള്ള ജനറ്റിക് ഡിസോർഡറിനാണ്. ഫോർ എക്സാമ്പിൾ സം ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന കേസുകളുണ്ട്, ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന കുട്ടികളുണ്ട്. അവിടെയൊക്കെ നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ ആ സ്റ്റെം സെല്ല് പോയി അവിടെ പിടിച്ച് അവൻ ജീൻ ഉണ്ടാക്കുന്നു. സോ ആക്ച്വലി ദാറ്റ് ഈസ് ദി ക്യൂർ. ജീൻ തെറാപ്പി എന്നുള്ളതാണ് ജനറ്റിക് ഡിസോർഡറിൻ്റെ ക്യൂർ. ബിക്കോസ് എവിടെയാണോ ഡിഫക്റ്റ് ആ ഡിഫക്റ്റ് തന്നെ കറക്റ്റ് ചെയ്യുന്നു. ബട്ട് മോസ്റ്റ് ഓഫ് ദി ഡിസീസസ് ഈസ് നോട്ട് ഹാവിങ് എ ട്രീറ്റ്മെൻറ്റ് at present. It may come after 10 or 15 years, but at present very few diseases are having that. Then ആ ലെവൽ കഴിഞ്ഞിട്ട് മ്യൂട്ടൻ പ്രോട്ടീൻ കൊടുക്കാം, ലൈക്ക് പ്രോട്ടീൻ റീപ്ലേസ്മെൻറ്റ്, എൻസൈം റീപ്ലേസ്മെൻറ്റ് തെറാപ്പി ഇൻ ലൈസോസോമൽ സ്റ്റോറേജ് ഡിസോർഡർ, അല്ലെങ്കിൽ ഹൈപ്പോതൈറോയിഡിസത്തിൽ നമ്മൾ എൽട്രോക്സിൻ കൊടുക്കുന്നതൊക്കെ പ്രോട്ടീൻ തെറാപ്പിയാണ്. പിന്നെ മെറ്റബോളിക് ഡിസ്ഫങ്ഷൻ വരുമ്പോൾ ഡയറ്ററി തെറാപ്പി, ക്ലിനിക്കൽ ഫിനോടൈപ്പിന് ഫാർമക്കോളജിക്കൽ തെറാപ്പി, എന്തെങ്കിലും ഡിഫക്ട്സ് ഉണ്ടെങ്കിൽ സർജിക്കൽ തെറാപ്പി. ഇതൊന്നും ചെയ്തില്ലെങ്കിലും ദി ഫാമിലി ലെവലിൽ വി വിൽ ബി ഏബിൾ ടു ഡു ദി ജനറ്റിക് കൗൺസിലിംഗ്, പ്രീനേറ്റൽ ഡയഗ്നോസിസ്, സക്സസീവ് ജനറേഷന് അസുഖം വരാതിരിക്കുക, കോപ്പ് ഓഫ് ദി ഡിസോർഡർ, palliative care, physiotherapy, all these things can be done so that they can handle the disease. So any genetic disorder can be treated but not cured. ട്രീറ്റ്മെൻറ്റും ക്യൂർ ഒന്നല്ല. ക്യൂർ എന്ന് പറയുന്നത് ഇൻവേർട്ടഡ് കോമാസ് നമ്മുടെ കണക്കൂട്ടലിൽ മാറ്റിയെടുക്കുന്നു. മോസ്റ്റ് ഓഫ് ദി ഡിസീസസ് കനോട്ട് ബി ക്യൂർഡ്. എവറിത്തിങ് ഹാവ് ടു ബി, വി ഹാവ് ടു പ്ലാൻ വിത്ത്, ലീവ് വിത്ത് ഇറ്റ്, ആൻഡ് അതിൻ്റെ എഫക്റ്റ് മാക്സിമം കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ്. സോ ജീൻ തെറാപ്പിയിൽ വേരിയസ് ടൈപ്സ് ഓഫ് ജീൻ തെറാപ്പി ഉണ്ട്. ജീൻ ഓഗ്മെൻറ്റേഷൻ തെറാപ്പി. ജീൻ ഓഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത ജീൻ നമ്മൾ കൊടുക്കുക, ഓഗ്മെൻറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് എ ക്ലാസിക്കൽ ജീൻ തെറാപ്പി ഓർ കൺവെൻഷണൽ ജീൻ തെറാപ്പി. നമ്മുടെ SMA സംബന്ധിച്ചിടത്തോളം ഒരു മോളിക്യൂൾ, ദാറ്റ് ഈസ് സോളിജൻ SMA എന്ന് പറയുന്നത് ഒരു അഡിനോ വൈറസ് അസോസിയേറ്റഡ് വൈറൽ വെക്ടറാണ്. അതാണ് 16 കോടി 18 കോടി എന്നൊക്കെ പറയുന്ന സാധനം. അത് ശരിക്കും ഒരു ജീൻ ഓഗ്മെൻറ്റേഷൻ തെറാപ്പിയാണ്. ദെൻ ആൻറ്റിസെൻസ് ഒളിഗോ ന്യൂക്ലിയോടൈഡ്, കൺവെൻഷണൽ ASO സ്മോൾ മോളിക്യൂൾ, അതിലാണ് ബാക്കിയുള്ള റിസ്റ്റിപ്ലാം എന്ന് പറഞ്ഞ മോളിക്കൂളൊക്കെ വരുന്നത്. ദെൻ റൂട്ട് 3 സ്റ്റോപ്പ് കൊഡോൺ, ഡിഫറെൻറ്റ് മെത്തേഡ്, RNA ഇൻറ്റർഫറൻസ്, ജീൻ എഡിറ്റിംഗ്. ജീൻ എഡിറ്റിംഗ് എന്ന് പറയുന്നത് എഡിറ്റ് ചെയ്യാം. സം മോളിക്കുലർ സിസേഴ്സ് ആർ ദർ വിച്ച് ഈസ് ഗോയിങ് ടു ദി ബോഡി ആൻഡ് ഇറ്റ് വിൽ എഡിറ്റ് ദി ജീൻ, കറക്റ്റ് ദി ജീൻ ആൻഡ് കം ബാക്ക്. ഇതൊക്കെ ഓൺലി ഓൺ ഹൈപ്പ് എന്ന് പറയാൻ പറ്റില്ല, റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ട് നടക്കുന്ന പ്രോഗ്രാമാണ്. നോ ന്യൂ മോളിക്യൂൾസ് ഹാസ് ബീൻ ഐഡൻറ്റിഫൈഡ്. നെക്സ്റ്റ് സ്ലൈഡ്. ദിസ് ഈസ് ദി ആക്ച്വൽ ജീൻ തെറാപ്പി വാട്ട് ദേ വിൽ ഡു. സോ തെറാപ്യൂട്ടിക് ജീൻ, ആ റെഡ് മോളിൽ കാണാം, ബോക്സ് എന്ന് കാണിക്കും. തെറാപ്യൂട്ടിക് ജീൻ ഉണ്ട്, വെക്ടർ ഉണ്ട്. ആ വെക്ടറിൻ്റെ അകത്ത് തെറാപ്യൂട്ടിക് ജീൻ ഇടും, എന്നിട്ട് അതിനെ നമ്മൾ ഇഞ്ചെക്ട് ചെയ്യും. ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ഗോ ഇൻ ടു ദി ബോഡി. ഇത് തന്നെയാണ് സോളിജൻ ആസ്മ. ഇൻട്രാവീനസ് തെറാപ്പിയാണ് കൊടുക്കുന്നത്. വെക്ടർ എന്ന് പറയുന്നത് AAV വെക്ടറാണ്, അഡിനോ അസോസിയേറ്റഡ് വൈറസ് വെക്ടറാണ്. AAV വെക്ടർ ഈസ് വെരി സുപരിചിതമാണ് നമുക്ക്. നമ്മളെല്ലാം എടുത്ത കോവിഷീൽഡ് വാക്സിൻ ഇസ് എൻ AAV വെക്ടർ, അഡിനോ അസോസിയേറ്റഡ് വൈറസ് വെക്ടറാണ്. ആ വൈറസിനകത്ത് കോവിഷീൽഡിൻ്റെ ആ ജീനിനെ എടുത്തിട്ടാണ് നമ്മൾ കോവിഷീൽഡ് എന്ന് പറഞ്ഞിട്ടത്. അതിന് വരെ SMA ജീൻ ഇടും. സംഭവം ഭയങ്കര സിമ്പിളാണ്, പക്ഷെ അത് കറക്റ്റായിട്ട് ടാർഗറ്റിൽ പോകണം. ടാർഗറ്റിൽ പോയി അത് ബോഡിയിൽ ഇംപ്രഗ്നേറ്റ് ചെയ്യണം. അതിനുള്ള ടെക്നോളജിയാണ് they have done and they have identified and some effects they have find it out. അതായത് നമ്മൾ സിമ്പിളായിട്ട് പഠിപ്പിച്ച് ബയോളജിക്കലി നോക്കുമ്പോൾ ഇറ്റ്സ് വെരി സിമ്പിൾ. ഇല്ലാത്ത സാധനത്തിന് AAVക്കകത്ത് പൊതിഞ്ഞ് AAV കൊടുക്കുന്നു. AAV എന്ന് പറഞ്ഞ വൈറസ് എടുക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് വൺ വൈറസ് വിച്ച് ഈസ് ഹൈലി റെപ്ലിക്കേറ്റീവ് ഓർ ഇൻഫെക്റ്റീവ് ഇൻ ഹ്യൂമൻ. നമ്മൾ കൊടുക്കുന്ന വൈറസ് അവിടെ ചെത്തുപോയാൽ പോയല്ലോ, നമ്മൾ ഇൻഫെക്റ്റ് ചെയ്യണ്ടേ, ഇൻഫെക്റ്റ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ.
AIV ഈസിലി ഇൻഫെക്റ്റ് ചെയ്യും. ഇൻഫെക്റ്റ് ചെയ്താലും അത് കാര്യമായിട്ട് പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇഷ്യൂസും അഡിനോ അസോസിയേറ്റഡ് വൈറസിനില്ല. നമുക്കിപ്പോൾ വാക്സിൻ എടുത്തപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കും, ചിലവർക്ക് കുറച്ചൊരു ബോഡി ഏക്കും, ചിലവർക്ക് ട്രാൻസമനൈറ്റിസ് ഒക്കെ വരും. ബിക്കോസ് ഇറ്റ് ക്യാൻ പ്രൊഡ്യൂസ് ലിവറിൽ SGOT SGPT എൻസൈംസ് കൂട്ടാം. ഈ വൈറസ് ഈ ഇൻഫെക്ഷൻ സൊളിജിനാസ്മ കൊടുക്കുമ്പോഴും SMA ട്രീറ്റ്മെൻറ്റ് കൊടുക്കുമ്പോഴും വൺ ഓഫ് ദി മേജർ കോംപ്ലിക്കേഷൻ ഈസ് ഹെപ്പറ്റൈറ്റിസ് SGOT SGPT. ബിക്കോസ് ചിലവർക്ക് ദിസ് അഡിനോ അസോസിയേറ്റഡ് വൈറസ് വിൽ പ്രൊഡ്യൂസ് സിഗ്നിഫിക്കൻറ്റ് ഹെപ്പറ്റൈറ്റിസ്, ട്രാൻസമനൈറ്റിസ് ഉണ്ടാക്കും. സോ ഇതെല്ലാം ഈ എനി വൈറൽ വെക്ടറിൻ്റെ ഇഷ്യൂസാണ്. പക്ഷെ അത് ഉണ്ടാവുകയും വേണം, ഉണ്ടാകുമ്പോഴേ ജീൻ മൾട്ടിപ്ലൈ ചെയ്യത്തുള്ളൂ. അപ്പോൾ അത് ടെക്നോളജി വൈസ് ഇറ്റ് ഇസ് ഗുഡ്. ലാസ്റ്റ് 20 years 30 years ആയിട്ട് നമ്മൾ ഏതൊക്കെയോ വൈറൽ വെക്ടർ തുടങ്ങി, ഓട്ടിസം ഡിഫിഷ്യൻസിയിൽ ഇമ്മ്യൂണോ ഡിഫിഷ്യൻസിയിലൊക്കെ തുടങ്ങി, പിന്നെ അത് ആ വൈറൽ വെക്ടറൊക്കെ ബോഡിയുമായിട്ട് ഇംപ്രിഗ്നേറ്റ് ചെയ്ത് ക്യാൻസർ ഉണ്ടാക്കുന്നതാണെന്ന് ഇപ്പോൾ ദാറ്റ് ഹാസ് പ്രൊഡ്യൂസ് സം ക്യാൻസേഴ്സ്. അപ്പോൾ ആ വൈറസ് വെക്ടറൊക്കെ മാറ്റി. സോ ടെക്നോളജി വൈസ് SMAയുടെ ഡിസീസ് ഉണ്ടാക്കുന്ന ഈ മരുന്നെന്ന് പറയുന്നത് ഒരു ബ്രേക്ക് ത്രൂ തന്നെയാണ്, നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. പക്ഷേ ദാറ്റ് ഈസ് നോട്ട് എ ബുള്ളറ്റ് മെഡിസിൻ. ജനങ്ങൾ വിചാരിക്കുന്ന എന്തെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പേഷ്യൻസ് വിചാരിക്കുന്ന എന്തെന്ന് പറഞ്ഞാൽ, ഈ മരുന്ന് 16 കോടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നാളെ തൊട്ട് ഓടി നടക്കും സാധാരണ കുട്ടികളെ പോലെ. ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. നോബഡി ഹാസ് പ്രൂവ്ഡ് ദാറ്റ്. എവറിബഡി ഹാസ് പ്രൂവ്ഡ് ദാറ്റ് ദർ ഈസ് സം അറസ്റ്റ് ഓഫ് സിംറ്റംസ് വിൽ ബി ദർ. ഞാൻ പറഞ്ഞല്ലോ, ടൈപ്പ് 1 ആവുന്നത് 2 വയസ്സാകുമ്പോൾ കുട്ടികൾ മരിക്കും എന്നുള്ളത് നാച്ചുറലിസ്റ്റ് ഒന്നും കൊടുത്തില്ലെങ്കിൽ 100% വെച്ചിട്ടാണ്. ആരും അതിൽ കൂടുതൽ ജീവിക്കത്തില്ല. സോ വാട്ട് ദേ ഹാവ് ഡൺ ഈസ്, ഈ ടൈപ്പ് 1 പേഷ്യൻസിൽ ലെസ് ദാൻ 6 months ഉള്ള കുട്ടികളിൽ കുറേ കുട്ടികൾ കൊടുക്കുമ്പോൾ 60% ദാറ്റ് വിൽ റെഡ്യൂസ് ദി മോർട്ടാലിറ്റി ആസ് വെൽ ആസ് ദി മെക്കാനിക്കൽ വെന്റിലേഷൻ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഔട്ട്കം കുറയ്ക്കുന്നു. അപ്പോൾ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്, ദർ ഇസ് നോ ഡൗട്ട്. ബട്ട് ദാറ്റ് ഇമ്പ്രൂവ്മെൻ്റ് ഈസ് നോട്ട് ടോട്ടൽ. അതേമാതിരി ആ കുട്ടികൾ വളർന്നു വരുമ്പോൾ ദേ ഹാവ് സീൻ ദാറ്റ് കുറച്ച് കുട്ടികൾക്ക് ഹെഡ് സ്റ്റഡിനെസ് വന്നിട്ടുണ്ട്, കുറച്ച് കുട്ടികൾ ഇരുന്നിട്ടുണ്ട്, നിൽക്കുന്നുണ്ട്. ദിസ് ഈസ് ദി തിങ് ദേ ഹാവ് ഐഡൻറ്റിഫൈഡ്. ബട്ട് പീപ്പിൾ ഫീൽസ് ദാറ്റ് ഇറ്റ് ഈസ് ദി വൺ ടൈം ട്രീറ്റ്മെൻറ്റ് ആൻഡ് എവറിഥിങ് വിൽ ബി പെർഫെക്റ്റ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. കൊടുത്ത കുട്ടികളിലും മരണപ്പെട്ട കുട്ടികളുണ്ട്. ആൻഡ് സോ ജീൻ തെറാപ്പി ഒരിക്കലും അത്ര പെർഫെക്റ്റ് ആയിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കുക. അതിനുവേണ്ടിയാണ് ഇത്രയും പറഞ്ഞത്. ബിക്കോസ് പീപ്പിൾ ഫീൽ ദാറ്റ് സം ന്യൂ ഡ്രഗ് ഈസ് കമ്മിങ്, ദിറ്റ്സ് എ വണ്ടർ ഡ്രഗ്, ഇത് കൊടുത്തു കഴിഞ്ഞാൽ എവറിഥിങ് ഈസ് കറക്റ്റ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. ഇതിപ്പോഴും റിസർച്ചും ഇമ്പ്രൂവ്മെൻറ്റും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡാണ്. ഒരു 10 വർഷം കഴിയുമ്പോൾ ഇതിനെക്കാട്ടിലും ബെറ്റർ മോളിക്യൂൾ വരും, നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്, ബിക്കോസ് ഇറ്റ്സ് എ ബ്രേക്ക് ത്രൂ. ആൻഡ് ദി ജീൻ തെറാപ്പി ഹാസ് ട്രൈഡ് ഇൻ വേരിയസ് ജനറ്റിക് കണ്ടീഷൻസ് ലൈക്ക് സിസ്റ്റിക് ഫൈബ്രോസിസ്, മെറ്റബോളിക് ഡിസീസസ്, ഹീമോഫീലിയ. ഹീമോഫീലിയ ഇതിനെക്കാട്ടിലും കോമൺ ആയിട്ട് ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അറിയാവുന്നതുമായ ഒരു ഡിസീസാണ്. ലോട്ട് ഓഫ് മോർബിഡിറ്റി ആൻഡ് അതർ തിങ്. ഹീമോഫീലിയയുടെ ജീൻ തെറാപ്പി പ്രോബബ്ലി വിൽ കം ഇൻ 23 or 24 ഫ്രം CMC വെല്ലൂർ. ദാറ്റ് ഇസ് ഓൾസോ അഡിനോ അസോസിയേറ്റഡ് AAV5 വെക്ടർ ജീൻ തെറാപ്പി ഇസ് ഗോയിങ് ടു കം ഫോർ ഹീമോഫീലിയ B. എക്ക് വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ബിക്കോസ് ഇറ്റ്സ് എ ലാർജർ ജീൻ. DMDക്കും അതാണ് പ്രശ്നം. DMDക്കും പീപ്പിൾ ആർ നോട്ട് സക്സീഡഡ് ബിക്കോസ് ഇറ്റ്സ് എ വെരി ലാർജ് ജീൻ. ലാർജസ്റ്റ് ജീൻ ഇൻ ദി ബോഡി ഈസ് DMD. ഇറ്റ്സ് 79 exon. SMAക്ക് കുഴപ്പമില്ല, 8 exonേ ഉള്ളൂ. ഹിമോഫീലിയക്ക് 8 exonേ ഉള്ളൂ. Bക്ക്, Aക്ക് ആണെങ്കിൽ 23 exon ഉണ്ട്. ഇറ്റ്സ് എ വെരി ലാർജ് ജീൻ. സോ ഡുഷീൻ മസ്കുലർ ഡിസ്ട്രോഫി, ഇമ്മ്യൂണോ ഡിഫിഷ്യൻസി ഡിസോർഡേഴ്സ്, ഇതിനെല്ലാം ജീൻ തെറാപ്പി ട്രയൽസ് ട്രൈ ചെയ്യുന്നുണ്ട്. ദെൻ ദേ ആർ ആൾസോ ട്രൈയിങ് ഫോർ കോമൺ ഡിസീസസ്, ബിക്കോസ് കൂടുതൽ ആൾക്കാർക്ക് ഉപയോഗമായിരിക്കും. മൾട്ടിഫാക്ടോറിയൽ ഡിസോർഡേഴ്സ്, എമയോട്രോപിക് ലാറ്ററൽ സ്ക്ലെറോസിസ്, ഇൻഫെക്ഷ്യസ് ഡിസീസസ് ലൈക്ക് HIV, മാലിഗ്നൻസി, ഹെപ്പറ്റൈറ്റിസ്, ഇതിനെല്ലാം ജീൻ തെറാപ്പി പ്രോട്ടോകോൾസ് ആർ ദർ. Now coming to the 3 drugs of SMA, which is our topic of discussion. One is, first drug വന്നത് സ്പിൻറാസ or ന്യൂസിനാർസൻ. ന്യൂസിനാർസൻ or സ്പിൻറാസ. ഇത് ആക്ച്വലി എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് മോഡുലേറ്റ് ആണ് ചെയ്യുന്നത്, ഇത് ഓഗ്മെൻറ്റേഷൻ അല്ല. ഇപ്പം ഞാൻ വരുന്നത് SMAയുടെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചാണ് പറയുന്നത്. അത് വരുന്ന ഡ്രഗിൻ്റെ കോമൺനെസ് അനുസരിച്ചിട്ടാണ് ആദ്യം പറയുന്നത്. ന്യൂസിനാർസൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എൻ ഓഗ്മെൻറ്റേഷൻ തെറാപ്പി. ഇതെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ SMN2 ജീൻ കോപ്പീസ് ആണ് കൂട്ടുന്നത്. SMN1 ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചു, SMN1 0 ആണെങ്കിലും SMN2 ജീൻ കോപ്പീസ് കൂടുകയാണെങ്കിൽ എന്താവും? ഡിസീസ് മൈൽഡ് ആവും, സിവിയറിറ്റി കുറയും. സോ എന്തുകൊണ്ടാണ് നോർമൽ പീപ്പിൾ SMN2 ജീൻ ഉണ്ടാകാത്തതെന്ന് പറഞ്ഞാൽ ബോഡിയിൽ അങ്ങനെ ഒരു മെക്കാനിസം ഉണ്ട്, ദാറ്റ് ഈസ് കോൾഡ് നോൺ എക്സ്പ്രഷൻ. ഒരു ജീൻ ഉണ്ടെങ്കിലും അത് എക്സ്പ്രസ് ചെയ്യാതിരിക്കാം, ആവശ്യത്തിന് മാത്രം, വേണ്ടപ്പോൾ മാത്രം എക്സ്പ്രസ് ചെയ്യാം. അതിന് കുറേ മെക്കാനിസം, എപ്പിജെനറ്റിക്സും അങ്ങനെ ജീൻ മെക്കാനിസം ഉണ്ട്. ആ ജീനിനപ്പോൾ ഇത് വർക്ക് ചെയ്തിട്ട് SMN2 ജീനിനെ കൂടുതലായിട്ട് എക്സ്പ്രസ് ചെയ്യിപ്പിക്കും. നോർമലി ഇതൊരു മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്, ആക്ച്വൽ വാല്യൂ ഇങ്ങനെയൊന്നും നമുക്ക് പറയുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, നോർമലി 10% ആണ് SMN2 ഉണ്ടാക്കുന്നതെങ്കിൽ ഈ മരുന്ന് കൊടുക്കുമ്പോൾ ദിസ് മേ ഗോ ടു 20% or 30%. നോർമൽ ആൾക്ക് അതിൻ്റെ ആവശ്യമില്ല, ബിക്കോസ് SMN1 ഈസ് നോർമൽ. പക്ഷെ മറ്റേ SMA ഉള്ള കുട്ടിക്ക് SMN1 പ്രോഡക്റ്റ് ഉണ്ടാവുന്നില്ല.
നോർമലി ഒരു SMN2 ജീനിൽ നിന്ന് ഒരു 10% ഉണ്ടാവും. നീ മരുന്ന് കൊടുക്കുമ്പോൾ 10% വിൽ ഗോ ടു 20% or 30%, സോ ദാറ്റ് സിവിയറിറ്റി വിൽ കം ഡൗൺ. ബട്ട് ഇത് ബ്ലഡ് ബ്രെയിൻ ബാരിയർ ക്രോസ് ചെയ്യാത്തത് കൊണ്ടും അവരുടെ ടെക്നോളജിയുടെ അതിൻ്റെ ഡീറ്റെയിൽസ് ഐ ഡോണ്ട് നോ വൈ ദേ ഹാവ് ട്രൈഡ് ഓൺലി ഇൻട്രാത്തീക്കൽ. They have tried intrathecal and intrathecal is found to be useful. Their protocol is intrathecal loading dose. അതായത് LP ചെയ്ത് നട്ടലിൽ കുത്തണം. Intrathecal dose of 12 milligram, equivalent dose 4 to 5 ml depending on age, every 14 days. First 3 loading dose, followed by 30 days കഴിയുമ്പോൾ 4th loading dose, പിന്നെ every 4 months ഒരു loading dose for lifelong. ഇതാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോൾ. ദിസ് ഹാസ് ബീൻ ഫസ്റ്റ് FDA അപ്രൂവ് ചെയ്താണ്. അതുകൊണ്ടാണ് ഇത് ആദ്യം പറഞ്ഞതേ ഉള്ളൂ. ഇതിന് പക്ഷേ സൈഡ് ഇഫക്ട്സ് ഉണ്ട്. റെക്കറന്റ് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ, കോൺസ്റ്റിപ്പേഷൻ, റീനൽ ടോക്സിസിറ്റി ഒക്കെ ഉണ്ട്. മോർ ഓവർ LP ചെയ്യണം. ആൻഡ് 2016 തൊട്ട് FDA അപ്രൂവ് ചെയ്തപ്പോൾ ഇന്ത്യയിൽ ഇത് കമ്പാഷനേറ്റ് ആക്സസ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ജനറലായിട്ട് വരുന്നതല്ല, കമ്പാഷനേറ്റ് ആക്സസ് പ്രോഗ്രാം വഴി കുറച്ച് പേർക്ക് ഇന്ത്യയിൽ UP ലക്നൌവിൽ ഇവിടെ അമൃതയിൽ 1-2 കുട്ടികൾക്ക് കൊടുത്തു നോക്കിയിട്ടുണ്ട്. ഇമ്പ്രൂവ്മെൻറ്റ് ഇല്ലെന്ന് പറയാൻ പറ്റില്ല, ബട്ട് നോട്ട് കോമൺ. കുറച്ചൊരു അറസ്റ്റും ഒക്കെ ഉണ്ടാവാം. നെക്സ്റ്റ് സ്ലൈഡ്. ഇത് ഞാൻ ആൾറെഡി പറഞ്ഞതാണ്. സ്പ്ലൈസിങ് കാരണം SMN ഇതിപ്പോൾ ആൾറെഡി ഐ തിങ്ക് ആൾറെഡി പറഞ്ഞു. രണ്ടാമത്തെ ഡ്രഗ് ഇത് കഴിഞ്ഞപ്പോൾ ഇൻട്രാത്തീക്കലിന് പകരം ഇതേപോലെ SMN2 ജീൻ കോപ്പിയെ കൂട്ടുന്ന വേറൊരു ഡ്രഗാണ് റിസ്ഡിപ്ലാം. ദിസ് യു ഷുഡ് നോ മോർ ബിക്കോസ് ഇറ്റ് ഈസ് അവൈലബിൾ നൗ. ഇറ്റ്സ് അവൈലബിൾ ഇൻ ഇന്ത്യൻ മാർക്കറ്റ് ഓൾസോ. റിസ്ഡിപ്ലാം ടൈപ്പ് 1 സ്പൈനൽ മസ്കുലോട്രോപ്പിയിലുണ്ട്, ടൈപ്പ് 2, ടൈപ്പ് 3 എല്ലാത്തിലും ഉപയോഗിച്ചിട്ടുണ്ട്. റിസ്ഡിപ്ലാം ഈസ് എൻ ഓറൽ ഡ്രഗ്. ഇതേപോലെ SMN2 ജീൻ കോപ്പി കൂട്ടുന്ന സാധനമാണ്. അത് വേറൊരു ചെറിയൊരു സ്മോൾ മോളിക്യൂളാണ്. മറ്റേതുപോലത്തെ അല്ല, ചെറിയ വ്യത്യാസമുണ്ട് ഫാർമക്കോളജിക്കലി, ബട്ട് ദാറ്റ് ആൾസോ വിൽ ഇൻക്രീസ് ദി SMN2 ജീൻ കോപ്പീസ്. സോ അറസ്റ്റ് ചെയ്യും. പ്രോഗ്രഷൻ ഇല്ലാതെ ഒരു പരിധി വരെ ചെറിയൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായി. ദാറ്റ് ആൾസോ അബ്സല്യൂട്ട്ലി നോർമൽ ആകത്തില്ല. ഇപ്പോൾ ഒരു 5 വയസ്സുള്ള കുട്ടി വീൽ ചെയർ ബൗണ്ടായിട്ട് ഇങ്ങനെ സ്കോളിയോസ് ആയിട്ടിരിക്കുന്നു, റിസ്ഡിപ്ലാം കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ നാളെ തൊട്ട് അവൻ്റെ സ്കോളിയോസ് ഒക്കെ മാറ്റി അങ്ങനെ ചെയ്യത്തില്ല. പക്ഷേ ഇന്നിപ്പോൾ സ്കോളിയോസ് ഉള്ളവർ നാളെ കിടപ്പാവുന്ന പ്രോബ്ലം ചിലപ്പോൾ റെഡ്യൂസ് ചെയ്യും. So definitely there is some improvement. Along with the all other multidisciplinary therapy, he will have some more improvement. അത് കഴിഞ്ഞിട്ടാണ് ഇതിനിടയ്ക്ക് തന്നെയാണ് റിസ്ഡിപ്ലാമിന് മുമ്പെയാണ് വരിക്കുന്നതല്ല, ഇതിനിടയ്ക്കാണ് സിംഗിൾ ഡോസ് ജീൻ തെറാപ്പി കൊണ്ടുവന്നത്. ദാറ്റ് ഈസ് ദി സോളിജിൻ SMA, വിച്ച് ഈസ് ദ ജീൻ ഓഗ്മെന്റേഷൻ തെറാപ്പി. ഇത് അഡിനോ അസോസിയേറ്റഡ് വൈറൽ വെക്ടറാണ്, ഇൻട്രാവീനസ് ആണ് കൊടുക്കുന്നത്. പക്ഷേ ദിസ് ഹാസ് ബീൻ ട്രൈഡ് ഓൺലി ഇൻ ടൈപ്പ് 1. ടൈപ്പ് 1 ലെസ് ദാൻ 6 months മാത്രമേ ട്രൈ ചെയ്തിട്ട് 2 വയസ്സിനകം പറയുമ്പോൾ ലെസ് ദാൻ 2 years മാത്രമേ അവർ റെക്കമെൻഡ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾ കേട്ട് കാണുന്നത് 2 വയസ്സ് കഴിഞ്ഞാൽ കൊടുക്കാൻ പറ്റൂല എന്നുള്ളതല്ല, കൊടുത്താൽ ബെനിഫിറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള നോബഡി സ്റ്റഡി. 6 മാസത്തിൽ താഴെയുള്ള കുട്ടികൾ കൊടുത്താൽ 2 വയസ്സിനകം ഇവർ മരിക്കാതിരിക്കുന്നു, ഇവർക്ക് വെന്റിലേഷൻ വേണ്ടി വരാതിരിക്കുന്നു, റെക്കറന്റ് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ പ്രിവെൻറ്റ് ചെയ്യുന്നു. പിന്നെ ഈ കുട്ടികൾ കുറച്ച് കഴിഞ്ഞ് വന്നപ്പോൾ കുറച്ചൊക്കെ അവർക്ക് ഹെഡ് സ്റ്റഡിൻസും ഒക്കെ വരുന്നുണ്ട്. ദിസ് ഈസ് എക്സ്പെൻസീവ് ഡ്രഗ് ബട്ട് സിംഗിൾ ഡോസ് 16 to 18 crores. ഇറ്റ് ഈസ് നോട്ട് അവൈലബിൾ ഇൻ ഇന്ത്യ. നെക്സ്റ്റ് സ്ലൈഡ്. ഓക്കെ, അപ്പോൾ 2-3 ട്രീറ്റ്മെൻറ്റ് വന്നപ്പോൾ ദർ ഇസ് ഓൾവേസ് എ ഡിലമ്മ. നെക്സ്റ്റ് സ്ലൈഡ്. നെക്സ്റ്റ് ഐ തിങ്ക് ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. Nusinersen is approved in FDA in 2016. It is an antisense oligonucleotide, intrathecal administration, but continue therapy lifelong. Approved for all types of SMA, all ages. അവരങ്ങനെയൊന്നും സ്റ്റഡി ചെയ്തിട്ടില്ല. എല്ലാവർക്കും കൊടുക്കാം. ടൈപ്പ് 1 കൊടുക്കാം, ടൈപ്പ് 3 കൊടുക്കാം, ടൈപ്പ് 4 കൊടുക്കാം, ആർക്ക് വേണമെങ്കിൽ കൊടുക്കാം. That is indicated. Compassionate access programമിലുള്ള not available in India. Soligen asthma, which is approved in 2020. Viral vector gene augmentation therapy. Single IV administration. Approved for type 1 in children less than 2 years. ടൈപ്പ് 3, ടൈപ്പ് 4 ഒന്നും ഇതില്ല. ഇറ്റ്സ് ഓൺലി ഫോർ, അതുപോലും അതിന് മുമ്പത്തെ സ്ലൈഡ് അതാണ്, ഞാൻ അത്ര ഇതിലോട്ട് പോയില്ല. ലെസ് ദാൻ 6 months മാത്രമേ NHS റെക്കമെൻഡ് ചെയ്യുന്നുള്ളൂ. ബിക്കോസ് ഇപ്പോൾ 1-1.25 വയസ്സുള്ള കുട്ടിയെ കൊടുത്തു കഴിഞ്ഞാൽ അവൻ ചിലപ്പോൾ സിവിയർ ആയിരിക്കും, അതിന് വലിയൊരു ഇമ്പ്രൂവ്മെൻറ്റ് വരത്തില്ല. വി ഹാവ് ടു ഗി അറ്റ് ദി ഏർലിയസ്റ്റ്. സോ അവരൊക്കെ റെക്കമെൻഡ് ചെയ്യും, സം ബോഡീസൊക്കെ ഇത് കമ്പനി റെക്കമെൻഡേഷനാണ് ഞാൻ പറഞ്ഞത് 2 years. അവന് 2 years കഴിഞ്ഞ് കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നത്. ചില നാഷണൽ ഹെൽത്ത് സർവേയിൽ അതുപോലെ ചില ന്യൂറോളജിക്കൽ അവരുടെയൊക്കെ റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് ലെസ് ദാൻ 6 months മാത്രം കൊടുക്കുക. സോ ദാറ്റ് ഇമ്പ്രൂവ്മെൻറ്റിന് സാധ്യത കൂടുതലാണ്. അതും ഇന്ത്യയിൽ അവൈലബിൾ അല്ല. കമ്പാഷനേറ്റ് ആക്സസ് പ്രോഗ്രാം മാത്രമേ ഉള്ളൂ. കമ്പാഷനേറ്റ് ആക്സസ് പ്രോഗ്രാം നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തെന്ന് പറഞ്ഞാൽ കമ്പനി തന്നെ കുറച്ച് പേർക്ക് ചില സ്പെഷ്യൽ സർക്കംസ്റ്റാൻസസിൽ കൊടുക്കുന്നതിനാണ് കമ്പാഷനേറ്റ് ആക്സസ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇതിന് ഗവൺമെൻറ്റുമായിട്ട് ബന്ധമില്ല, ഡ്രഗ് ട്രയലുമല്ല. ട്രയൽ ഈസ് ഡിഫറെൻറ്റ്. ട്രയലൊക്കെ കഴിഞ്ഞിട്ട് ഇതിനൊന്ന് പോപ്പുലറൈസ് ചെയ്യാൻ വേണ്ടി കമ്പനി തന്നെ പലയിടത്തായിട്ട് കുറേ പേർക്ക് കൊടുക്കും. എല്ലാ മരുന്നിനും ഉള്ളതാണ്, എല്ലാ റയർ ഡിസീസിനും പുതിയ മരുന്നിനുള്ള ഒരു സിസ്റ്റമാണിത്. അവരാദ്യം ഇതുവരെ മുഴുവൻ കൊടുത്തുകൊണ്ടിരിക്കില്ല, കുറച്ച് കാലത്തേക്ക് കൊടുക്കും.
ആ കൊടുക്കുന്നതിനാണ് കമ്പാഷൻ. അതിനൊരു പ്രോട്ടോക്കോളൊക്കെ ഉണ്ട്. ചില 6 months ആയിരിക്കും, ചിലത് 1 year ആയിരിക്കും. ഇപ്പോൾ ഇവിടെ 6 months ആണ് കൂടുതലും. 6 months വരെ ദേ വിൽ ഗീവ്, ആഫ്റ്റർ ദാറ്റ് ദേ വിൽ സ്റ്റോപ്പ്. വി ഷുഡ് ഹാവ് പ്ലാൻ സം അതർ. Risdiplam approved in FDA, small molecule ആണ്, orally daily lifelong therapy, approved for all types of SMA. ഇതൊക്കെ അപ്രൂവലാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഇൻഡിക്കേറ്റഡ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അതിൽ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. കോസ്റ്റ് തന്നെ മെയിൻ ഫാക്ടർ. ഇൻഡിക്കേറ്റഡ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വാങ്ങിച്ചു കൊടുക്കാൻ അവർക്കും പറ്റില്ല, ഗവൺമെന്റിനും പറ്റില്ല. അതൊക്കെ വേറെ ലോജിസ്റ്റിക് ഇഷ്യൂസ്. അപ്രൂവ്ഡ് എന്ന് പറഞ്ഞാൽ FDA അപ്രൂവൽ അല്ലെങ്കിൽ DGCA അപ്രൂവൽ. ആൻഡ് ഇറ്റ് ഈസ് ആൾസോ അപ്രൂവ്ഡ് ഇൻ ഇന്ത്യ ഓൾസോ. ഇന്ത്യ DCGA also approved in launch in 10th July 2021. It is marketed in India by Roche in the trade name of Eversedi, EVRYSDI. Syrup ആണ്, ടാബ്ലറ്റ് ഉണ്ട്, സിറപ്പ് ഫോർമുലേഷനും അവൈലബിൾ ആണ്. സോ ഇങ്ങനെ പല ഡ്രഗ്സ് അവൈലബിൾ ആണ് നമുക്ക്. പക്ഷേ ഡ്രഗ് ഈസ് നോട്ട് ദി ഓൺലി ട്രീറ്റ്മെൻറ്റ് ഫോർ SMA. SMAയുടെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ട്രീറ്റ്മെൻറ്റ് ഈസ് മൾട്ടി ഡിസിപ്ലിനറി കെയർ. ഇത് വേറൊരു ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഒരു വലിയ ഓർഗനൈസേഷൻ്റെ. ബാക്കി സ്റ്റേറ്റ്മെൻറ്റിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. ഓൺലി ദാറ്റ് റെഡ് മാത്രമായി നോക്കുക. As most patients will remain with significant disease burden even after application of gene therapy. അവർ തന്നെ അങ്ങനെ പറഞ്ഞിരിക്കുക. നമ്മൾ ജീൻ തെറാപ്പി ഇപ്പം എല്ലാവർക്കും കൊടുത്തിട്ടില്ല, ഒരുപാട് പേഷ്യൻസ് ഓൾറെഡി കാണും. ജീൻ തെറാപ്പി കാലഘട്ടം വന്നാലും there will be so many people with the limitations. ഞാൻ പറഞ്ഞില്ല 100% ക്യൂർ നമുക്ക് ഇമ്മീഡിയറ്റ്ലി പ്രതീക്ഷിക്കും. 50 വർഷം കഴിഞ്ഞ സാഹചര്യം ഞാൻ പറയുന്നത് ഇമ്മീഡിയറ്റ് സാഹചര്യം. ആൻഡ് ട്രീറ്റ്മെൻറ്റ് സെൻറ്റേഴ്സ് ഷുഡ് ആൾസോ ബി കേപ്പബിൾ ടു പ്രൊവൈഡ് അപ്രോപ്രിയേറ്റ് മൾട്ടി ഡിസിപ്ലിനറി കെയർ അക്കോർഡിംഗ് ടു ഇന്റർനാഷണൽ കൺസെൻസസ് റെക്കമെൻഡേഷൻ. ഇതൊരു ബോഡിയുടെ റെക്കമെൻഡേഷനാണ്. അപ്പോൾ നമ്മൾ അതാണ് പറയുന്നത്, ഈ ഡ്രഗ് ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് ആലോചിക്കുന്നതിന് മുമ്പ് തന്നെ വി ഷുഡ് ഹാവ് അവർ ഓൺ പ്ലേസ് ദി മൾട്ടി ഡിസിപ്ലിനറി കെയർ. ഈ പേഷ്യൻറ്റിന് ട്രീറ്റ്മെൻറ്റും കൊടുത്ത് വീട്ടിലിരിക്കാൻ പറ്റില്ലല്ലോ. ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് വീട്ടിലിരിക്കുമ്പോൾ അവർക്ക് പണ്ടത്തെക്കാട്ടിലും പണ്ട് ചിലർ വരും, ചിലർ വരില്ല, ചിലർക്ക് കിട്ടും, ചിലർക്ക് കിട്ടില്ല. ഇപ്പം അങ്ങനെയല്ല. SMAക്ക് ഗവൺമെൻറ് ഒരു ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോകോൾ പ്ലാൻ ചെയ്യുമ്പോൾ ഡ്രഗിനെക്കാട്ടിലും മോർ ഇമ്പോർട്ടൻറ്റ് എന്തുവാണ്? മൾട്ടി ഡിസിപ്ലിനറി കെയർ. SMA സംബന്ധിച്ചിട്ടുള്ള വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് മൾട്ടി ഡിസിപ്ലിനറി കെയർ അപ്രോച്ച് ഈസ് ഫിസിയോതെറാപ്പി ആൻഡ് റിഹാബിലിറ്റേഷൻ. ദാറ്റ് ഈസ് വൈ യു പീപ്പിൾ ആർ കോൾ ഫോർ ദിസ് ട്രെയിനിങ്. ബിക്കോസ് നമ്മൾ കുറച്ചുകൂടെ ചെയ്തുകൊണ്ടിരിക്കുന്ന തലങ്ങും വിലങ്ങും അവിടെ ഇവിടെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം കുറച്ചുകൂടെ ഒരു കോംപ്രിഹെൻസീവായിട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നു. ബിക്കോസ് ഓഫ് സം പ്രഷർ എന്ന് വെച്ചോളൂ. ബിക്കോസ് ഓഫ് ലോട്ട് ഓഫ് പീപ്പിൾ ആർ ആസ്കിങ് ഫോർ ദാറ്റ്. ഞങ്ങൾക്ക് SMA ഉണ്ട്, ഞങ്ങൾക്ക് ഫിസിയോതെറാപ്പി പോലും കിട്ടുന്നില്ല എന്നുള്ളൊരു കംപ്ലൈൻറ്റ് വരാൻ പാടില്ല. സോ ഇറ്റ് ഈസ് ദി മൾട്ടി ഡിസിപ്ലിനറി കെയർ. This is the most important two recommendations in 2018 came. SMA ഗ്രൂപ്പ് എന്ന് വന്ന റെക്കമെൻഡേഷൻ ആണ് ഇത്. മൾട്ടിപ്പിൾ ആൾക്കാർ, ഓർത്തോപീഡിക് ഇവരെല്ലാം നമുക്ക് കുറേ പേര് നമ്മൾ വിളിച്ചിട്ടുണ്ട്. പൾമനറി, അക്യൂട്ട് കെയർ, അതർ ഓർഗൻ ഇൻവോൾവ്മെൻറ്റ്, മെഡിക്കേഷൻസ്, ന്യൂറോമസ്കുലർ റീഹാബിലിറ്റേഷൻ. സോ ഇറ്റ് ഈസ് എ സർക്കിൾ. ആൾക്കാർ നമ്മൾ മൾട്ടി ഡിസിപ്ലിനറി കെയറിൽ മാനേജ് ചെയ്താലേ പറ്റത്തുള്ളൂ. നെക്സ്റ്റ് സ്ലൈഡ് ആയിരിക്കും, ദാറ്റ് സ്ലൈഡ്. ഇതെല്ലാം കഴിഞ്ഞാൽ പ്രിവെൻഷൻ യു ഷുഡ് നോട്ട് ഫർഗെറ്റ്. പ്രിവെൻഷൻ ഈസ് പ്രീനേറ്റൽ ഡയഗ്നോസിസ് ക്യാൻ ബി ഡൺ ബിക്കോസ് ഇതൊരു ഓട്ടോസോമൽ റിസസീവ് ഡിസോർഡർ ആണ്. ബിക്കോസ് ഈ ഇഷ്യൂസൊക്കെ വന്നപ്പോൾ പലപ്പോഴും പേപ്പറിൽ വായിക്കുമ്പോഴോ നമ്മൾ സോഷ്യൽ മീഡിയയിൽ വായിക്കുമ്പോൾ അതിലിടുന്നതിന് അങ്ങനെയാണ്. ആദ്യത്തെ കുട്ടിക്ക് അസുഖമുണ്ട്, രണ്ടാമത്തെ കുട്ടിക്ക് അസുഖമുണ്ട്. ആക്ച്വലി ദാറ്റ് ഈസ് നോട്ട് അക്സെപ്റ്റബിൾ. ആദ്യത്തെ കുട്ടിക്ക് ഒരു അസുഖം വന്ന് SMA പ്രൂവ് ചെയ്താൽ രണ്ടാമത്തെ കുട്ടിക്ക് നമുക്ക് ഈസിലി പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ബൈ ഐഡൻറ്റിഫൈങ് ഇൻ ദി 11th week വി ആർ ഡൂയിങ് പ്രീനേറ്റൽ ഡയഗ്നോസിസ്. നമുക്ക് ആ ജനറ്റിക് ടെസ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ 11 weeks നമുക്ക് CVS എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് വഴി ഗർഭപാത്രത്തിൽ ടെസ്റ്റ് ചെയ്ത് കുട്ടിക്ക് അസുഖം ഉണ്ടോ ഇല്ലയോ എന്ന് കൺഫേം ചെയ്യാം. അതിന് അസുഖമുള്ള കുട്ടിയാണെങ്കിൽ ദേ ക്യാൻ ഡിസൈഡ് ഓൺ ടെർമിനേഷൻ ഓർ ടു കണ്ടിന്യൂ. ദാറ്റ് ഈസ് ഡിപ്പെൻഡ്സ് ഓൺ ദെയർ വിഷ്. സോ CVS ചെയ്യണം, DNA ടെസ്റ്റിംഗ് അറ്റ് ദി ഫീറ്റൽ സാമ്പിൾ. അതിലും ഒരുപടി മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ഡു ദി കാരിയർ ടെസ്റ്റിംഗ്. പോപ്പുലേഷനിൽ ഞാൻ പറഞ്ഞല്ലോ 1 in 50 ഈസ് ദി കാരിയർ. പക്ഷെ അതൊന്നും പ്രാക്ടിക്കൽ അല്ല ഇപ്പോൾ തരുന്നതിൽ. ബിക്കോസ് ഇൻ കേരളത്തിലെ എല്ലാ പോപ്പുലേഷനിലും കാരിയർ ചെയ്തിട്ട് കാരിയേഴ്സ് തമ്മിൽ കല്യാണം കഴിക്കുമ്പോൾ പ്രീനേറ്റൽ ചെയ്യണമെന്നൊക്കെ പറയുന്നതിന് ഒരു ലോജിക്കലി ദാറ്റ് ഇസ് എ ഗുഡ് ഐഡിയ. ബട്ട് സിസ്റ്റം വൈസ് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷേ അറ്റ്ലീസ്റ്റ് ഫോർ എ പ്രീവിയസ് ചൈൽഡ് അഫക്റ്റഡ് വിത്ത് SMA, എക്സ്റ്റെൻഡഡ് ഫാമിലി സ്ക്രീനിങ്. ഇപ്പോൾ ഒരു വലിയ ഫാമിലിയാണ്. എസ്പെഷ്യലി നമ്മളിത് കൂടുതലും ഇപ്പം തന്നെ ഞങ്ങൾ നോക്കുമ്പോഴും കാണുന്നത് എവരിബഡി നോസ്, മലപ്പുറം ആ ഏരിയയിലാണ് നമ്മൾ കാണുന്നത്. ലാർജർ ഫാമിലി, മൾട്ടിപ്പിൾ മെമ്പേഴ്സ് അഫക്റ്റഡ്. സോ ദേ ഹാവ് നോട്ട് ഗോൺ എനിവെയർ ഫോർ ജനറ്റിക് കൗൺസിലിംഗ്. അവരുടെ തന്നെ മൂത്ത കുട്ടിക്ക് 14 വയസ്സ് SMA, 2 വയസ്സുള്ള കുട്ടി SMA. അതൊക്കെ അക്സെപ്റ്റബിൾ അല്ല എന്നല്ല. ഈ ജനറ്റിക് കൗൺസിലിംഗ് ഇവിടെ തുടങ്ങിയിട്ട് കുറേ കാലമായി. ബട്ട് ദേ ആർ നോട്ട് ഏബിൾ ടു റീച്ച് ദാറ്റ് പൊസിഷൻ. ദാറ്റ്സ് ഓൾ. എക്സ്റ്റെൻഡഡ് ഫാമിലി സ്ക്രീനിങ്, പിന്നെ കൺസാങ്ഗ്യുനസ് മാരേജ്. അപ്പോൾ നമ്മൾ ഈ കാരിയർ സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്യുന്നത് എല്ലാവർക്കും ചെയ്തില്ലെങ്കിലും തുടക്കത്തിൽ അറ്റ്ലീസ്റ്റ് അഫക്റ്റഡ് ആയിട്ടുള്ള ഫാമിലി മെമ്പേഴ്സ്, ഇപ്പോൾ എൻ്റെ ഉപ്പാപ്പയ്ക്കുണ്ട്, അടുത്ത വീട്ടിലുണ്ട്, എൻ്റെ അമ്മൂമ്മൻ്റെ കുട്ടി, മീൻസ് അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ യൂട്ടിലിറ്റി കൂടും.
അപ്പോൾ അവരെ ചെയ്തിട്ട് അവർക്ക് പ്രീനേറ്റൽ ഡയഗ്നോസ് ഓഫർ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഡെഫിനറ്റ്ലി SMA പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ബാക്കി SMA നമ്മൾ മാക്സിമം ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനിലോട്ട് പോകാം. നെക്സ്റ്റ് സ്ലൈഡ് ഐ തിങ്ക്. താങ്ക് യു. ദിസ് ഈസ് ദി ഐ വാണ്ട് ടു ടെൽ യു